അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലബാർ കണ്ട പ്രതിഭകളിൽ വെച്ച് അത്യുന്നതനും അതോടൊപ്പം ആത്മീയ ലോകത്തെ നിസ്തുലനായ വ്യക്തിത്വവുമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഷെയ്ഖുനയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു നിശ്ചയവും കിട്ടുന്നില്ല. അവിടുന്ന് കൈവച്ച ഒരുപാട് മേഖലകളുണ്ട്. അവിടുന്ന് തൊട്ട മേഖലകളെല്ലാം പൊന്നാക്കിക്കൊണ്ട് അത് അറിവിൻ്റെ വേദിയിലാണെങ്കിലും ഇബാദത്തിൻ്റെ മേഖലയിലാണെങ്കിലും ജീവിത ചിട്ടയുടെ കാര്യത്തിലാണെങ്കിലും ആത്മീയമായ ഔന്നത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശിഷ്യഗണങ്ങളെ നല്ല നിലയിൽ വാർത്തെടുക്കുക എന്ന കാര്യത്തിലാണെങ്കിലും എവിടെ നോക്കിയാലും നിസ്തുലനായ ഒരു പ്രതിഭാശാലിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ജീവിതത്തെ നേരിട്ട് അനുഭവിച്ച, ഒരുപാട് കാലം കൂടെ നടന്നും അവിടെ നിന്ന് നേരിട്ട് ഓതിപ്പടിച്ചും പല വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടും പരിചയസമ്പന്നനായ ബഹുമാനപ്പെട്ട അലി ബാക്കവി ഉസ്താദ് ആറ്റുപുറം ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ടുള്ള അറിവ് പകർന്നു തരാൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ ധന്യജീവിതത്തിൻ്റെ ബറക്കത്ത് നമുക്ക് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലുടനീളം നൽകുമാറാകട്ടെ. ഷെയ്ഖുനായുടെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. വലിയ മഹത്വം നിറഞ്ഞ കുടുംബമാണ്. ആ കുടുംബത്തെക്കുറിച്ചും ഷെയ്ഖുനായുടെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരുപാട് നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും അത്ഭുതങ്ങൾ നിറഞ്ഞ അവിടുത്തെ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട അലി ഉസ്താദിനോട് ചോദിച്ചു പഠിക്കാം. വിദ്യാർത്ഥി ജീവിതത്തിലെ അത്ഭുതങ്ങളെന്ന് പറയാവുന്ന ഒരുപാട് സംഭവങ്ങൾ പലരിൽ നിന്നും ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ബാക്കിയാത്തിലെ ഉപരിപഠനത്തിൻ്റെ ഘട്ടങ്ങളും പിന്നെ നീണ്ട പതിറ്റാണ്ടുകൾ ദർസി രംഗത്ത് തിളങ്ങിയതുമൊക്കെ നമുക്ക് കേട്ടു പരിചയമുണ്ട്, വായിച്ച് പരിചയമുണ്ട്. ഷെയ്ഖുനായുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് 1993-94 കാലത്ത് 2 വർഷം അവിടുത്തെ മുന്നിലിരുന്ന് കിതാബ് ഓതാൻ വിനീതനായ എനിക്കും അവസരമുണ്ടായി. വഫാത്തിൻ്റെ അടുത്ത കാലത്ത് ആ ഒരു പ്രായാധിക്യത്തിലും ഒരു ചെറുപ്പക്കാരനെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അവിടുത്തെ ദർസിൽ ഉടനീളമുണ്ടായിരുന്നത്. ഒരു പ്രായത്തിൻ്റെ ക്ഷീണമോ മറ്റ് പ്രായാധിക്യം കൊണ്ടുള്ള രോഗങ്ങളുടെ ഒരവശതയോ ദർസിൽ ഒരിക്കലും കാണിച്ചിരുന്നില്ല, നമുക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ചെറുപ്പക്കാരായ പല അധ്യാപകരെക്കാളും
മികച്ച രീതിയിൽ ആവേശത്തോടെ ഉന്മേഷത്തോടു കൂടി വിഷയങ്ങളിലൊക്കെ അതിൻ്റെ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മേഖലകളും സ്പർശിച്ച് സംശയങ്ങളൊക്കെ തീർത്ത് നല്ല ഒരു ക്ലാസ്സായിരുന്നു ആ പ്രായത്തിലും കുട്ടികൾക്കൊക്കെ ലഭിച്ചിരുന്നത്. പിന്നെ ആ ജീവിതത്തിൽ അവിടുത്തെ കറാമത്തുകളും സത്യസന്ധതയുടെ ഒരുപാട് അനുഭവങ്ങളും പലരും പങ്കുവച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണമായി ഞാനൊരിക്കൽ ഇഹ്യാഉസ്സുന്നയുടെ കോളേജിലെ സനദ് ദാന സമ്മേളനത്തെക്കുറിച്ച് നാട്ടിലുള്ള ഒരു പ്രായമുള്ള ഒരാളോട് സമ്മേളനത്തിന് ഉള്ള ക്ഷണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരെ കോളേജിലെ സമ്മേളനമല്ലേ, അതെന്തായാലും ഞാൻ ഒഴിവാക്കൂല. കാരണം ഞാൻ ജീവിതത്തിൽ വലിയൊരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി ചില സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എൻ്റെ മുന്നിൽ വന്ന ചില ആളുകൾ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പേടിച്ചു. അന്ന് ഞങ്ങളെ നാട്ടിൽ ദർസ് നടത്തിയിരുന്നത് പെരുമുഖം ബീരാങ്കോയ ഉസ്താദായിരുന്നു. അന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ ബീരാങ്കോയ ഉസ്താദിൻ്റെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു, ഉസ്താദ് എനിക്ക് ജീവിക്കണം, ഉസ്താദ് പറഞ്ഞ് പ്രയാസപ്പെടേണ്ട, നമുക്ക് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോകാം. അന്ന് തന്നെ എന്നെയും കൂട്ടി ഷെയ്ഖുനായുടെ അടുത്ത് ചെന്ന് വിഷയമൊക്കെ അവതരിപ്പിച്ചു. അത് സാരില്ല, ശരിയായിക്കോളും എന്നൊരു വാക്കും പറഞ്ഞു. പിറ്റേ ദിവസം ഇതേ ആളുകൾ മുഴുവനും എൻ്റെ അടുത്ത് വന്ന്, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു, പൊരുത്തപ്പിടിച്ചു. ആ പ്രശ്നം അതോടുകൂടിയാണ് സുൽഹായി. അതിന് ശേഷം ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറയും, അവിടുന്ന് തീരാത്തൊരു പ്രശ്നം എനിക്ക് ഇതുവരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ആ ധന്യമായ ജീവിതത്തെക്കുറിച്ച് ഒരനുഭവ കഥ അദ്ദേഹം പറഞ്ഞു. ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു തുടങ്ങാം. അല്ലാഹു തആല ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ കുടുംബത്തിനെ കുറിച്ചൊരു ചെറിയ വിവരണം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിദില്ലാഹ്. ഷെയ്ഖുന സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ റളിയല്ലാഹു അൻഹു ബഹ്റുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് എന്ന പേര് കൊണ്ടൊക്കെ അറിയപ്പെട്ട മഹാനവറുകൾ, അവിടുത്തെ ആണ്ടിൻ്റെ മാസവും കൂടിയാണിത്. അള്ളാഹു അവിടുന്ന് പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ അള്ളാഹു ആക്കട്ടെ. ഓടക്കൽ കുടുംബം എന്ന മഹത്തായ കുടുംബമാണ് ഷെയ്ഖുനാൻ്റെ കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാൻ്റെ പരമ്പരയായിട്ട് ആ കുടുംബം നമ്മൾ പഠനം നടത്തിയാൽ യമനിൽ നിന്നും ഇൽമുമായി ഷൗലാകാൻ വേണ്ടി അബ്ദുറഹ്മാനുൽ യമനി എന്നൊരു മഹാൻ, ഒരു ചെറുപ്പക്കാരനായ യുവാവ് പൊന്നാനിയിൽ വന്നു. പഴയ കാലത്തൊക്കെ വലിയ വലിയ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിലെ കേരളത്തിലേക്ക് ഇൽമേറ്റ് ബന്ധപ്പെടാൻ വേണ്ടി ആളുകൾ വരൽ പതിവായിരുന്നു. അങ്ങനെ ആ വന്ന കൂട്ടത്തിൽ അബ്ദുറഹ്മാനുൽ യമനി എന്ന ഒരു മനീഷി, വലിയ ഒരു യമനിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ടവർ ഇവിടെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂപ്പർക്ക് ബഹുമാനപ്പെട്ടവർക്ക് മഖ്ദൂം കുടുംബത്തിൽ നിന്ന് കല്യാണം ചെയ്തു കൊടുക്കുകയാണ്. മഖ്ദൂം കുടുംബം എന്ന് പറഞ്ഞാൽ അത് അറേബ്യയിൽ നിന്ന്, അതും യമനിൽ നിന്ന് വന്നവർ തന്നെയാണെന്നാണ് പറയുന്നത്.
ആദ്യമായി കായൽപട്ടണത്ത് വന്നു തമിഴ്നാട്ടിൽ. ആ കായൽപട്ടണത്തിൽ നിന്നിട്ടും പിന്നെ നമ്മളെ കേരളത്തിൽ വന്ന് മഖ്ദൂം കുടുംബം ആദ്യമായി എത്തിച്ചേർന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ആണ് ആദ്യമായി വന്നത്. കൊച്ചിയിൽ വെച്ചാണ് മഖ്ദൂം ഒന്നാമൻ, ഇന്ന് പൊന്നാനി പള്ളിയിൽ മറുപട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ 400 കൊല്ലം മുമ്പ് വഫാത്തായ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പൊന്നാനിയിലാണ്. ബഹുമാനപ്പെട്ടവർ ജനിച്ചത് കൊച്ചിയിലാണ്. തൻ്റെ വാപ്പാൻ്റെ പേര് മഖ്ദൂം അലി എന്നാണ്. അലി എന്ന വലിയ മഹാപണ്ഡിതൻ്റെ മകനായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ കൊച്ചിയിൽ ജനിച്ചത്. വാപ്പ കുട്ടിക്കാലത്ത് തന്നെ വഫാത്തായപ്പോൾ വാപ്പാൻ്റെ സഹോദരൻ പിതൃവ്യനായ എളാപ്പാൻ്റെ കൂടെ, എളാപ്പയാണ് പിന്നെ യതീമായ സൈനുദ്ദീൻ ഒന്നാമൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത്. പിന്നെ എളാപ്പ കുട്ടീനെ ഏറ്റി കൊടുക്കുമെന്ന് എളാപ്പ ഖിദ്മത്ത് ചെയ്യുന്നത് പൊന്നാനിയിലാണ്. അങ്ങനെ പൊന്നാനിയിലേക്ക് വന്നു. അങ്ങനെ എളാപ്പയാണ് പ്രാഥമികമായ അറിവുകളൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. തോട്ടുങ്ങൽ പള്ളി എന്ന പള്ളിയിലാണ് ആദ്യമായി സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ദർസ് ഇൽമു പഠിക്കാൻ വേണ്ടി എത്തിയത് പൊന്നാനിയിൽ. അപ്പോൾ ആ പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ ഇൽമു പഠിച്ച് അവിടെ നിന്ന് എളാപ്പാൻ്റെ നിർദ്ദേശമനുസരിച്ച് പിന്നെ കോഴിക്കോട് ഫഖ്റുദ്ദീൻ ശാലിയാത്തി എന്നവരുടെ അടുക്കൽ പോയി 7 വർഷത്തോളം ഇൽമു പഠിച്ച് ആ സൈനുദ്ദീൻ മഖ്ദൂം പിന്നീട് ഇൽമു തേടി മക്കയിലേക്ക് പോയി. അവരൊക്കെ ഇൽമു തേടി പോവുകയാണ്. ഇൽമു തേടി മക്കയിൽ പോയി അവിടെ നിന്ന് ഒരുപാട് മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആദ്യമായി കേരളക്കാരനായ ഒരു വ്യക്തി മിസ്റിൽ അൽ-അസ്ഹറിൽ വിദ്യാർത്ഥിയായി ചേരുന്ന ഒന്നാമത്തെ വിദ്യാർത്ഥി സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണെന്ന് ചരിത്രത്തിൽ കാണാം. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ, അതുപോലെ തന്നെ സക്കരിയ അൻസാരി റളിയല്ലാഹു ഷെയ്ഖുൽ ഇസ്ലാം അവരുമായൊക്കെ ബന്ധപ്പെടുകയും ഇൽമിൽ ബന്ധപ്പെടുകയും ഒരുപാട് ചർച്ചകൾ നടത്തുകയും അങ്ങനെ ഇൽമിൽ വലിയ മുത്തബഹിറായി മാറി ബഹുമാനപ്പെട്ടവർ പിന്നെ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി പൊന്നാനി കേന്ദ്രീകരിച്ച് വലിയ ദർസ് ആരംഭിക്കുകയാണ്. ആ മഖ്ദൂം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദുൽ വസ്സാലി എന്ന് പറയപ്പെടുന്ന മുഹമ്മദുൽ വസ്സാലി എന്ന മഖ്ദൂമിൻ്റെ മകളെയാണ്, മകൾ ഫാത്തിമ എന്ന് പറയപ്പെടുന്ന ഫാത്തിമ ബീവിയെ മുഹമ്മദുൽ വസ്സാലി നേരത്തെ മരിച്ചതുകൊണ്ട് കുട്ടിയുടെ വിലായത്ത് എളാപ്പയായ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് മഖ്ദൂം എന്ന് പറയപ്പെടുന്ന ആ എളാപ്പയാണ് ഈ കുട്ടിയെ എന്ത് ചെയ്യുന്നത്, വലിയായി ആർക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നത് അബ്ദുറഹ്മാനുൽ യമനി, അതായത് ഒന്നാം മഖ്ദൂമിൻ്റെ പേരക്കുട്ടിയായ പേരക്കുട്ടി ആരാണ്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം സഗീറാണ്. ചെറിയ മഖ്ദൂം എന്ന് പറയപ്പെടുന്ന ഫത്തുൽ മൊയ്നിൻ്റെ മുസന്നിഫ്. ആ ചെറിയ മഖ്ദൂമിൻ്റെ മകളാണ് ആര്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി. ആ ചെറിയ മഖ്ദൂമിൻ്റെ മകളെയാണ് ആർക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ യമനി എന്നവർക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അബ്ദുറഹ്മാനുൽ യമനി എന്ന അവരുടെ കുടുംബം വളരെ ഈ മഖ്ദൂം കുടുംബത്തിന് കുഫുവത്ത കുടുംബം ആയിരിക്കണമെന്ന് ആ നിക്കാഹിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചരിത്രപരമായി അത്രേ ആ അബ്ദുറഹ്മാനുൽ യമനിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. വലിയ കുഫുവക്കാത്ത ഒരു കുടുംബത്തിനൊന്ന് കല്യാണം ചെയ്തു കൊടുക്കൂല ആ കാലത്തൊന്നും. അപ്പോൾ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഫാത്തിമ ബീവിയെ, സൈനുദ്ദീൻ മഖ്ദൂം സഗീറിൻ്റെ മകളെ ഫാത്തിമ ബീവിയെ കല്യാണം ചെയ്ത് കൊടുക്കുമ്പോൾ അബ്ദുറഹ്മാനുൽ യമനി വലിയ നസബുള്ള ആളാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പല ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നെ റയീസുൽ ഉലമ ഉസ്താദ് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വ്യക്തമായി അങ്ങനെ എന്ത് ചെയ്യേണ്ട, പറയേണ്ട. കാരണം അത് ചരിത്രത്തിൽ അറിയപ്പെട്ട നിലയ്ക്ക് നമ്മൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായങ്ങളൊന്നും ഇപ്പം എന്ത് ചെയ്യണില്ല, ഞാനിവിടെ എന്ത് ചെയ്യണില്ല. എന്നോട് തന്നെ നേരിട്ട് റയീസുൽ ഉലമ പറഞ്ഞാണ് അത് അങ്ങനെ എന്ത് ചെയ്യേണ്ടാണ്ട് പറയേണ്ട, അത് നമ്മൾ ചരിത്രപരമായി അറിയപ്പെട്ടെന്ന് ഉറപ്പുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവർ വലിയ കുടുംബമാണ്, വലിയ മഹാൻ. അങ്ങനെ കല്യാണം ചെയ്തു. ആ ഭാര്യ ഗർഭിണി, ഫാത്തിമ ബീവി ഗർഭിണിയാകുമ്പോൾ ആ ഗർഭിണി ആവുന്ന സമയത്ത് പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ യമനി യമനിലേക്ക് യാത്ര പോകുമ്പോൾ ഭാര്യ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, എൻ്റെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അലി ഹസൻ എന്ന് പേരിടണം.
എൻ്റെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അലി ഹസൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസവിക്കപ്പെട്ടപ്പോൾ കുട്ടി ആൺകുട്ടിയായിരുന്നു. കുട്ടിക്ക് അലി ഹസൻ എന്ന് പേരിട്ടു. ആ പേരുമ്മലാണ് പിടുത്തം. അലി ഹസൻ എന്നത് അവർ ഖുറൈശികളാണ്, അവർ റസൂലുള്ളാഹിൻ്റെ അഹ്ലുബൈത്താണ്. ആ പേരുമ്മലാണ് അവിടെ ചെറിയ എന്തുള്ളത് അഭിപ്രായങ്ങളുള്ളത്. അവിടെ റയീസുലുലമ ഇടപെട്ട് പറഞ്ഞത് അത് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണ്ട, അങ്ങനെ പറയണ്ട, ചരിത്രപരമായി നമ്മൾക്ക് അങ്ങനെ അഭിപ്രായം പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണില്ല. അതിമൊക്കെ എന്താണ് അതിലേക്കുള്ള ഇഷാറത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അലി ഹസൻ എന്ന ബാക്കി പേരിലുള്ള ഇഷാറത്ത്. അപ്പോൾ അങ്ങനെ അലി ഹസൻ അത് നമ്മൾ പറയും വേണ്ട, നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞത് നമ്മൾ ചെയ്താൽ മതി. അങ്ങനെ അലി ഹസൻ വലിയ പണ്ഡിതനായി പഠിച്ച് ഉയർന്ന് വലിയ മഹാനാകുമ്പോൾ ബഹുമാനപ്പെട്ടവരെ അന്ന് പൊന്നാനിയിലേക്കാണ് എന്തിന് തേരുക, ഇൽമ് തേടി പണ്ഡിതന്മാരെ തേടി വരിക. ഒരു മുദരിസ് വേണം, കാലി വേണം. അങ്ങനെ തിരൂരങ്ങാടിക്കാർ കാലിയായി ഒരു കാലി വേണം, ഒരു മുദരിസ് വേണമെന്ന് പറഞ്ഞ് പൊന്നാനിയിൽ വന്നപ്പോൾ പഠിച്ചുയർന്ന അലി ഹസൻ കാലിയെ ആണ് ഇവിടേക്ക് പൊന്നാനിയിലേക്ക് ഇവിടെ തിരൂരങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ അലി ഹസൻ മൗലവിയുടെ ഖബർ ഇവിടെ തിരുവങ്ങാടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ തിരുവങ്ങാടി വലിയ പള്ളിൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ അലി ഹസൻ കാലിക്ക് പിന്നെ നാട്ടുകാരെന്ത് ചെയ്യാണ്, അവിടുന്ന് കല്യാണം ചെയ്ത് കൊടുക്കുകയാണ്. ആ കല്യാണം ഉണ്ടായി അവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണ്, കാലിയർ ഹൗസ്. ആ വീട് വെച്ച് കൊടുത്ത ആ വീടിൻ്റെ പേരാണ് ഓടക്കൽ തറവാട്. അതാണ് ഓടക്കൽ എന്ന പേര്. തിരൂരങ്ങാടി അലി ഹസൻ കാലി കല്യാണം ചെയ്ത് കുടുംബസമേതം ജീവിച്ച അന്ന് ആ വീടിന് വെച്ച പേരാണെന്ത്, ഓടക്കൽ തറവാട് എന്ന് പറയുക. അതാണ് കുടുംബം. ആ ഓടക്കൽ തറവാട് അത് മമ്പുറത്തെ പാപ്പ പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര ഓടക്ക് തീയുണ്ടെങ്കിൽ ഓടക്ക തീയുണ്ട്. എങ്ങനെ ഓടാന്ന് പറഞ്ഞൊരു വിളക്ക് പണ്ടുണ്ടായിരുന്നു. അത് പ്രായമുള്ളവർക്ക് അറിയും. ഇപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഓടക്ക് തീയുണ്ടെങ്കിൽ ഓടക്കൽ തീയുണ്ട്. അപ്പോൾ ഈ ഓടക്കക്കാർ വലിയ തീയാണ് എന്ന്. എൻ്റെ അമ്മാൻ്റെ നാട് ഒതുക്കുങ്കലായതുകൊണ്ട് എൻ്റെ അമ്മമാർ, എൻ്റെ വല്യപ്പ അവരൊക്കെ പറയുന്ന ഭാഷ ഓടക്കക്കാരെ പേടിക്കണം, അവരെ നാവിനൊരു തീയുണ്ട്, അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഇപ്പോഴും അവിടുത്തെ ആളുകൾക്ക് അത് വലിയ പേടിയാണ്. ഓടക്കൽ അതായത് ഓടക്ക് തീയുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വലിയ അമ്മ പറഞ്ഞ കേട്ടാണ്, ഓടക്ക് തീയുണ്ടെങ്കിൽ ഓടക്ക തീയുണ്ട് എന്ന് കാരണന്മാരിവിടെ പറയലുണ്ട്. അതങ്ങനത്തെ എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. അവിടെ അവർ പറഞ്ഞ വാക്കൊക്കെ സംഭവിച്ചു പോയാൽ പണ്ട് എന്താ അവിടെ ഒച്ചമ്പുള്ളി ഉണ്ടാക്കിയാരോ, അങ്ങാടിയിൽ ഒച്ചമ്പുള്ളി ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഓടക്കൽ മൂസാൻകുട്ടി ഉസ്താദിനോട് പറഞ്ഞു അവിടെ വല്ല തീപിടുത്തായിട്ടുണ്ടാവും, തീയാണ്ട് പിടിച്ചു എന്ന് പറഞ്ഞു. കുയിപ്പുറം അങ്ങാടി ഒന്നായിട്ട് കത്തി നശിച്ചു എന്നാണ് അവരൊറ്റ വാക്കോട് കൂടി. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഷെയ്ഖുനാൻ്റെ ആ കുടുംബം പിന്നെന്ത് ചെയ്തു, പല ഭാഗങ്ങളിലേക്ക് ആദ്യമായി പോയത് താനൂർക്കാണ്. താനൂരിൽ നിന്നാണ് പിന്നെന്ത് ചെയ്യുന്നത്, താനൂരിൽ അവരുടെ പേരക്കുട്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഖാലി എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ടവർ മമ്പുറത്തെ പാപ്പാൻ്റെ ആ കാലത്തുള്ള അവിടുത്തെ മുരീദും അവിടുത്തെ ബന്ധപ്പെട്ട ആളുമായിരുന്നു. ആ അബ്ദുറഹ്മാൻ ഖാലിയുടെ മകനാണ്, ബഹുമാനപ്പെട്ടവരുടെ മകനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഖാലി എന്ന് പറയപ്പെടുന്ന അബ്ദുറഹ്മാൻ ഖാലിൻ്റെ മകനാണ്. ഈ കുഞ്ഞഹമ്മദ് ഖാലി ഈ ഖാലിയാക്കി നിശ്ചയിച്ചത് കുഴിപ്പുറത്തേക്കാണ്. മകൻ കുഞ്ഞഹമ്മദ് ഖാലി ഉമർ ഖാലി തങ്ങളുടെ ശിഷ്യനൊക്കെയാണ്. ഉമർ ഖാലി തങ്ങളുടെ അടുത്ത് കിതാബ് ഓതി പഠിച്ച ശിഷ്യനാണ് ആര്, അബ്ദുറഹ്മാൻ ഖാലിയുടെ മകനായ കുഞ്ഞഹമ്മദ് ഖാലി. ഈ കുഞ്ഞഹമ്മദ് ഖാലി കല്യാണം ചെയ്തത് ഇരിങ്ങല്ലൂർ അമ്പലവൻ കുടുംബത്തിൽ നിന്നാണ്. ഇരിങ്ങല്ലൂർ അമ്പലവൻ കുടുംബത്തിൽ നിന്നാണ് കല്യാണം ചെയ്തു കൊടുത്തത്. ആ അമ്പലവൻ കുടുംബത്തിൽ നിന്ന് കുഞ്ഞഹമ്മദ് ഖാലി കല്യാണം ചെയ്തതിൽ എന്തുണ്ടായി, മക്കളുണ്ടായപ്പോൾ ആ ഇതിൽ 5 കുട്ടികളുണ്ടായി. അതിലൊരു അബ്ദുറഹ്മാനുണ്ട്, അതിന് അബ്ദുറഹ്മാൻ കബീർ എന്ന് പറയപ്പെടും. പിന്നെ ആ ഭാര്യയ്ക്ക് ശേഷം ഈ കുഞ്ഞഹമ്മദ് ഖാലി രണ്ടാമതൊരു കല്യാണം ചെയ്തതിൽ അതിലൊരു അബ്ദുറഹ്മാൻ, വല്യപ്പാൻ്റെ പേരനെ അബ്ദുറഹ്മാൻ സഗീർ എന്ന് പറയപ്പെടും. ഈ അബ്ദുറഹ്മാൻ സഗീർ എന്ന് പറയപ്പെടുന്ന അതിൻ്റെ മകനാണ് ആര്, ബഹുമാനപ്പെട്ട കോയട്ടി മുസ്ലിയാരി എന്ന അലി ഹസൻ മുസ്ലിയാരി. ആരുടെ മകനാണ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഗീർ. ചുരുക്കി മാത്രം പറയണം. ആ കോയട്ടി മുസ്ലിയാർ എന്ന ഈ അലി ഹസൻ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകനാണ് ആര്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന. ഈ അലി ഹസൻ മുസ്ലിയാർ കോയട്ടി മുസ്ലിയാർ കല്യാണം ചെയ്തിട്ടുള്ളത് മറ്റത്തൂര് സൈനുദ്ദീൻ ഖാലിയുടെ മകളെ, ആയിഷ എന്ന പേരുള്ള സൈനുദ്ദീൻ ഖാലിയുടെ മകളെയാണ് ആര് കല്യാണം ചെയ്തിട്ടുള്ളത്, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ ഉപ്പ അലി ഹസൻ മുസ്ലിയാർ ആയിഷ ബീവിയെ കല്യാണം ചെയ്തു. അതിലുണ്ടായ പ്രിയപ്പെട്ട മകനാണ് ആര്,
ബഹുമാനപ്പെട്ട നമ്മളെ ബഹറുലുലും ഷെയ്ഖുനാക്ക് ഒരു ജ്യേഷ്ഠ സഹോദരൻ ഓടക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിം എന്ന് അറിയപ്പെടുന്നൊരു ജാഹിദും വലിയ വിലായത്തിൻ്റെ മർത്തബുള്ളൊരു മഹാൻ ബാക്കിയാത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുണ്ട്. ആ ജ്യേഷ്ഠൻ്റെ കറാമത്തുകളും മുപ്പര സുഹുദും ഒക്കെ ഷെയ്ഖുന പലപ്പോഴും പറയാറുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വലിയ ജാഹിദായിരുന്നു, മൂപ്പർക്ക് വലിയ നിർബന്ധമായിരുന്നു തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ളത്. ഈ ജ്യേഷ്ഠനെ കുറിച്ച് ഷെയ്ഖുന വലിയ മദ്ഹായിട്ട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ അത് ബഹുമാനപ്പെട്ടവർ ബാക്കിയാത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വഫാത്തായിട്ടുണ്ട്. അവരുടെ ആ കൂട്ടത്തിൽപ്പെട്ട അബ്ദുറഹ്മാൻ സഹീറിൻ്റെ പ്രിയപ്പെട്ട മകനായ അലി ഹസൻ എന്ന കോയട്ടി മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകനാണ് ഷെയ്ഖുന. ആരെ കല്യാണം ചെയ്തു? ഇവിടുന്ന് കല്യാണം ചെയ്ത ഇവിടുന്ന് അറ്റത്തൂരിൽ നിന്ന് സൈനുദ്ദീൻ കാളിയുടെ മകളെ കല്യാണം ചെയ്തതിലുള്ള കുട്ടിയാണ് അവർ സൈനുദ്ദീൻ ഉസ്താദ്. ഓക്കെ ഉസ്താദ് ചെറിയ കുട്ടിയാവുമ്പോൾ 1916 ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജനിച്ചു. ഷെയ്ഖുന 1916 ജനിച്ചു. അങ്ങനെ 1921 മലബാർ കലാപം ബ്രിട്ടീഷുകാർ വെള്ളക്കാരൻ ഇവിടെ ആകെ വിപ്ലവം നടത്തിയപ്പോൾ കലാപം നടത്തിയപ്പോൾ ഷെയ്ഖുനാൻ്റെ വീടൊക്കെ അന്ന് തീയിട്ട് കരിശീൽപ്പെട്ട വീടാണ്. കൊയ്പ്പുറത്ത് അവിടെ തറവാടിത്തമുള്ള ഓടക്കൽ, അത് മുസ്ലിയാരകത്ത് എന്നാണ് ആ വീടിൻ്റെ പേര്. അവിടെ എന്ത് പറഞ്ഞ പേര് എന്ന് ഓടക്കൽ വന്ന മാതിരി കൊയ്പ്പുറത്ത് ഈ തറവാടിൻ്റെ പേരിത് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഖാലി ഉണ്ടാക്കിയ വീടാണ്. ഈ കുഞ്ഞഹമ്മദ് ഖാലി ഉണ്ടാക്കിയ ഈ വീടിന് കൊയ്പ്പുറത്തെ പടിഞ്ഞാറ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ വീടുണ്ടായിരുന്നത് മുസ്ലിയാരകത്ത്. ആ വീട്ടിലെ കുലീനതയുള്ള മഹിമുള്ള ആ വീട് ബ്രിട്ടീഷുകാരാൽ എന്ത് ചെയ്തു തീയിടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഷെയ്ഖുനാക്ക് 5-6 വയസ്സ് മാത്രം പ്രായമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അങ്ങനെ ബാപ്പ ചെറുപ്പത്തിലെ വഫാത്തായിപ്പോയി. ഉമ്മയും വല്ലാതെ നിന്നിട്ടില്ല, അമ്മയും വഫാത്തായിപ്പോയി. പിന്നെ തന്നെ വളർത്തിയത് ഉമ്മാൻ്റെ അനുജത്തിയായ ഒരു ജ്യേഷ്ഠനും മരിച്ചുപോയി. ഉമ്മാൻ്റെ അനുജത്തിയായ ആസിയ ബീവിയാണ്. ആയിഷ ബീവിൻ്റെ അനുജത്തി ഫാത്തിബ ആസിയ. അതിനെ കല്യാണം ചെയ്തിട്ടുള്ളത് കൊടിഞ്ഞിയിൽ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയപ്പെടുന്ന സയ്യിദ് അലി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ഒരാളാണ് ആസിയ ബീവിയെ കല്യാണം ചെയ്തിട്ടുള്ളത്. ഈ ആസിയ എളിമയാണ് ഒരു ഉമ്മാൻ്റെ എല്ലാ സ്നേഹവും കൊടുത്തതും ഓതാനും പഠിക്കാനും ദർസുകളിൽ ഓതാനും പോകാനൊക്കെ ഉള്ള സർവ്വ സൗകര്യവും ഒരു ഉമ്മയെപ്പോലെ നോക്കിയതും വളർത്തിയതും ആരായിരുന്നു? കുട്ടിക്കാലത്ത് ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ട ഷെയ്ഖുനാക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചത് ഉമ്മാൻ്റെ അഞ്ചത്തി എളിമയെ കല്യാണം ചെയ്ത എളാപ്പയുമായിരുന്നു. അങ്ങനെയാണ് ആ കുടുംബ ജീവിതത്തിൻ്റെ പാരമ്പര്യം. അങ്ങനെയാണ്. പിന്നെ ചെറുപ്പകാലത്തെ പഠനമൊക്കെ സ്കൂൾ പഠനം, മദ്രസ പഠനം കുറച്ച് ചുരുക്കിയേ പറയാൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറുപ്പകാലത്തിലെ പഠനം എന്ന് പറഞ്ഞാൽ ഉമ്മയും വല്ലാതെ വൈകാതെ വഫാത്തായിപ്പോയി. പിന്നെ സ്വന്തം നാട്ടിലുള്ള കുയിപ്പുറത്തെ പള്ളിയിൽ അന്ന് അമ്പലവൻ കുഞ്ഞുമൈരി മുസ്ലിയാരായിരുന്നു അവിടുത്തെ വലിയ അൽഫക്കാരൻ മൂലേരുന്ന മൂപ്പര ലഖബലമ്. പണ്ഡിതന്മാരെ വലിയ നെഹ്വിയായിരുന്നു. ആര്? മൂപ്പര അറിയപ്പെടുന്ന പേരെന്താണ്? അൽഫക്കാര മൂലേര് എന്ന പേരിലാണ് തന്നെ മൂപ്പര ബഹുമാനപ്പെട്ടവർ അറിയപ്പെടൽ. വലിയ നെഹ്വിയായിരുന്നു. മൂപ്പര അടുത്ത് പോയിട്ടാണ് ഖുർആൻ പഠിച്ചതും അതുപോലെ തന്നെ നെഹ്വിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചതും. അതൊക്കെ വലിയ ഓർമ്മയായിട്ട് ഷെയ്ഖുന ആ ഓതിത്തന്ന ഓത്തുകളൊക്കെ കൃത്യമായി ഷെയ്ഖുന പലപ്പോഴും അയവിറക്കാറുണ്ട്. പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു? ആസിയ ഉമ്മാൻ്റെ എളിമ നാട് വിട്ട് ഓതണമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ആദ്യമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാനെ ഓതാനാക്കിയത് മറ്റത്തൂര് പള്ളിയിലേക്കാണ്. കൊയ്പ്പുറത്തിൻ്റെ അടുത്ത മഹലിലാണേത്, ഒതുക്കുങ്ങലിനടുത്തുള്ള മറ്റത്തൂര് പള്ളി. ആ മറ്റത്തൂര് പള്ളിയിൽ അന്നത്തെ മുദരിസ് കൈപ്പറ്റ മമ്മൂട്ടിയിലൊരു ബാബയായിരുന്നു. അന്നത്തെ മുദരിസാരാണ്? കൈപ്പറ്റ മമ്മൂട്ടിയിലൊരു ബാബ. ഫത്തുഹുൽ ഖയ്യൂമിൻ്റെ മുസന്നിഫ്. അതുപോലെ തന്നെ ഫത്തുഹുൽ ഖയ്യൂമിൻ്റെ ഷറഹ് ചെയ്ത അതിൻ്റെ ഷറഹിനൊരു പേരുണ്ടല്ലോ, എന്താണ്? ഫത്തുഹുൽ ഖയ്യൂം എന്താണ്? ഖവായിദുൽ ഖയ്യൂം എന്നോ അങ്ങനെ എന്തൊരു പേരുണ്ട്. അതാകട്ടെ അങ്ങനെ 4 മുർഷിദുത്തുല്ലാബിന് ഷറഹ് എഴുതിയിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മുർഷിദുത്തുല്ലാബിന് ഷറഹ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യമായ മുത്തഅല്ലിമീങ്ങൾക്ക് ആവശ്യമായ ഒരു പണ്ഡിതന്മാർക്ക് ആവശ്യമായ കിതാബുകൾക്ക് കൃത്യമായി ഷറഹ് ചെയ്തിട്ടുണ്ട്. ഈ മുർഷിദുത്തുല്ലാബിൻ്റെ ഷറഹിൽ മക്കത്തെ പണ്ഡിതന്മാർക്ക് കാണിച്ചു കൊടുത്ത് വലിയ ബഹുമാനവും സ്ഥാനവും പദവിയും ബഹുമാനപ്പെട്ടവർക്ക് മക്കത്തെ ഹജ്ജിന് പോയി ലഭിച്ചിട്ടുണ്ടെന്ന മുർഷിദുത്തുല്ലാബിൻ്റെ ഷറഹ് കാണിച്ചു കൊടുത്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ പണ്ഡിതന്മാർ കണ്ടിട്ട്. കൈപ്പറ്റ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ സദഖത്തുള്ളവരെ അമ്മാവനോ കുടുംബം എന്തോ ആണ്. ഏതായാലും ഒരു തറവാടാണോ അല്ലേ? കൈപ്പറ്റ മമ്മൂട്ടിയിലൊരു പാപ്പം കരിമ്പനക്കലാണ്. സദഖത്തുള്ളവരും കരിമ്പനക്കലാണ്.
സദഖത്തുള്ളതിൻ്റെ തറവാട് ഏതന്നെയാണ്. സദഖത്തുള്ളതിലെ ഒരു അസല് കുടുംബം കരേക്കാടാണ്. കരേക്കാട് എന്താണ് പറഞ്ഞത്, കരിമ്പനക്കൽ തറവാട് ഇപ്പോഴും ഇവിടെ ഉണ്ട്. വലിയ പണ്ഡിതന്മാരെ തറവാടായി കരേക്കാട്. ഈ കുട്ടശ്ശേരി സൈദോലിയർ കരിമ്പനക്കലാണ്. ഓലക്കൊരു തറവാട്, വലിയ പണ്ഡിത തറവാടാണ് കരിമ്പനക്കൽ. മമ്മൂട്ടിയൊരു പാപ്പാനെ ഷെയ്ഖുനാക്ക് വലിയ കാര്യമായിരുന്നു. പലപ്പോഴും മമ്മൂട്ടിയൊരു പാപ്പാൻ്റെ കറാമത്തുകൾ ഷെയ്ഖുന പറയും, അവിടുത്തെ വലിയ വലിയ മധുഹുകൾ പറയും. അങ്ങനെ മമ്മൂട്ടിയൊരു പാപ്പാൻ്റെ അടുത്ത് ഓതാൻ പോയി ആ ഓത്തിൻ്റെ അഭിരുചിയോടുകൂടി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിയൊരു പാപ്പ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് മാറി. അൽഫയൊക്കെ തുടക്കം കുറിച്ച സമയത്താണ് മമ്മൂട്ടിയൊരു പാപ്പ വണ്ടൂർക്ക് മാറിയത്. മമ്മൂട്ടിയൊരു പാപ്പ ഇവിടേക്ക് ദർസ് മാറി വണ്ടൂരിലേക്ക് മാറിയപ്പോൾ ഷെയ്ഖുനാക്ക് അന്ന് ബസ്സിന് പോകാൻ പൈസ ഇല്ല. കാരണം പാപ്പല്ല അമ്മയില്ല. ഒരു എളിയമാക്കുള്ള പണി എന്തായിരുന്നു, എളിയമാക്ക് വസ്ത്രം തുന്നിക്കൊടുക്കുന്ന ആളായിരുന്നു. കരകൗശല പ്രയോഗത്തിൽ വലിയ വിദഗ്ധയായിരുന്നു തൻ്റെ ഇളയമ്മ എന്നാണ്. ആ എളിയമ വസ്ത്രം തുന്നിയിട്ടാണ് അന്ന് ചെലവടഞ്ഞിരുന്നത്. അതിൽ നിന്നൊരു വിഹിതം കുട്ടീനെ പഠിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ വേണ്ട മാതിരി ബസ്സിന് പോകാനും വണ്ടിക്ക് പോകാനും പൈസ ഇല്ലാത്തത് കൊണ്ട് മമ്മൂട്ടിയൊരു പാപ്പാട് സങ്കടം പറഞ്ഞത്രേ. മമ്മൂട്ടിയൊരു പാപ്പാടോട് സങ്കടം പറഞ്ഞപ്പോൾ മമ്മൂട്ടിയൊരു പാപ്പ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു, ചമ്മങ്കടവ് കോങ്കായത്തെ പള്ളിയിൽ, ചമ്മങ്കടവ് മലപ്പുറം അടുത്ത് ചമ്മങ്കടവ് കോങ്കായത്തെ പള്ളിയിൽ ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞു. അന്ന് അവിടെ സദഖത്തുള്ളൊരു ഫസ്റ്റിൽ ദർസ് തുടങ്ങുന്ന കാലമാണ്. സദഖത്തുള്ളൊരു ഫസ്റ്റിൽ ദർസ് തുടങ്ങുന്ന കാലമാണ്. അവിടെ വലിയ വലിയ മഹാന്മാരൊക്കെ അന്ന് മുദരിസുമാരുണ്ട്. ഈ സദഖത്തുള്ളൊരു അന്ന് 4-ാം മുദരിസ് അത്രയും മുതഅല്ലിമീങ്ങളുള്ള ദർസാണ് ഏത്, ഈ കോങ്കായത്തെ പള്ളിക്കലുള്ളത്. അവിടെ ഓതാൻ വേണ്ടി ആക്കിയപ്പോൾ പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു, അൽഫിയനെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓതിയത്. പക്ഷെ അവിടെ കണ്ടമാനം മുതഅല്ലിമീങ്ങളുള്ളത് കൊണ്ട് ആ കൈപ്പറ്റ മുട്ടുള്ളൊരു പാപ്പാൻ്റെ അടുത്ത് നിന്ന് ആദ്യം കുറച്ച് ഓതിയത് കൊണ്ടും ഷെയ്ഖുനാക്ക് ആ ഓത്ത് അത്ര തൃപ്തിപ്പെട്ടില്ല. ദർസ് ഒരു മുത്തഅല്ലിമിൻ്റെ ഒഴുക്ക് നമ്മൾ മനസ്സിലാക്കണം. വളരെ സ്പീഡിൽ വളരെ ധൃതിയിലാണ് അന്ന് ഓതിക്കൊടുത്തത്. സാധാരണഗതിയിൽ അതിൻ്റെ ആ ലാഹിറുള്ള അർത്ഥവും ഷറഫൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓതിക്കൊടുത്തപ്പോൾ ഷെയ്ഖുന മമ്മൂട്ടിയൊരു പാപ്പാട് സങ്കടം പറഞ്ഞാലോ. മമ്മൂട്ടിയൊരു പാപ്പാൻ്റെ അടുത്ത് നിന്ന് അരവൈത്തൊക്കെ ഒരു ദിവസം ഓതലുള്ളൂ എന്ന് പറഞ്ഞു. അരവൈത്തുള്ളൂ. ആ അവസ്ഥയാണ് പിന്നെ തോന വൈത്ത് ഒരു ദിവസം ഓതിയപ്പോൾ ഉസ്താദിന് സങ്കടമായി. അപ്പോൾ മമ്മൂട്ടിയൊരു പാപ്പ പറഞ്ഞില്ല, ഞാൻ സദഖത്തുള്ളാഹിനോടൊന്ന് പറയാം, സദഖത്തുള്ള ഓതി തരും എന്ന് പറഞ്ഞു. സദഖത്തുള്ളവരെ ഏൽപ്പിച്ചാൽ ആർക്കുള്ള ദർസ്, ഷെയ്ഖുനാക്കുള്ള ദർസ്. അങ്ങനെ സദഖത്തുള്ളവരെ ഓതിക്കൊടുത്തപ്പോഴും ശൈലി ഇങ്ങനെ തന്നെ വന്നപ്പോൾ പിന്നെ സങ്കടം ആരോട് പറഞ്ഞു മമ്മൂട്ടിയൊരു പാപ്പ. അവനവർ മുത്താലി നമ്മളതിനെല്ലാം കണക്കിലെടുക്കേണ്ട വിഷയം അതാ. മമ്മൂട്ടിയൊരു പാപ്പാൻ്റെ അടുത്ത് നിന്ന് അരവെയ്ത്ത് ഓതി രുചിച്ച ആ ഒരു അഭിരുചി കിട്ടാത്തത് കൊണ്ട് വീണ്ടും സങ്കടം പറഞ്ഞപ്പോൾ മമ്മൂട്ടിയൊരു പാപ്പ പറഞ്ഞാൽ സദഖത്തുള്ള നല്ല ചോദ്യമാണ് ചോദിച്ചെങ്കിൽ അവൻ ചൂടാവുള്ളൂ പറഞ്ഞാലോ. നല്ല ഇഷ്കാലാണ് ചോദിച്ചാലേ അവൻ ചൂടാവുള്ളൂ എന്ന് പറയാൻ കാരണം അവർ തമ്മിലുള്ള ബന്ധട്ടാ. നമ്മളങ്ങനെ പറയരുത്. അവരെ ആ ഇബാറത്ത് പറഞ്ഞതേ ഉള്ളൂ, ഇക്കായത്ത് ചെയ്തേ ഉള്ളൂ. അവരത്രയും പ്രായം ബന്ധമുള്ള ആളുകളാണ്. അങ്ങനെ ഷെയ്ഖുനെ ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു പോയി. അൽഫി ഓതിയപ്പോൾ അങ്ങനെ ബിസ്മി ഓതി, കാലാ മുഹമ്മദുൻ ഹുവ ബിനു മാലിക്കി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക്കി. അതും അർത്ഥം വെച്ച് മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫ എന്നുള്ള ബെയ്ത്തൊക്കെ ഉണ്ട് ഓതിയപ്പോൾ പിറ്റത്തെ ദിവസം പാഠം ഓതാൻ നിന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു ഇഷ്കാലുണ്ടായിരുന്നു പറഞ്ഞല്ലോ. എന്നാൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ടാണല്ലോ ഓതി കൊടുക്കേണ്ടത്. കിതാബൊന്നും നോക്കാതെ കിടന്നിട്ടാണ് ആരും ഓതി കൊടുക്കേണ്ടത്. സദഖത്തുൽ ഉസ്താദ് ഓതി ഷെയ്ഖുനാൻ്റെ ഷെയ്ഖാണ്. നമ്മൾ സോദം സദഖത്തുള്ള എന്നൊന്നും പറയരുത്. അള്ളാഹു കൊടുത്ത ദർജ ഏറ്റി കൊടുക്കണം. വലിയ മഹാനാണ്. അപ്പോൾ ഷെയ്ഖുന ചോദിച്ചത്ര എന്ത്, അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക്കിൻ്റെ മുമ്പ് കാല മുഹമ്മദിന് എന്തേ മുന്തിച്ചു എന്ന് ചോദിച്ചത്ര. കാല മുഹമ്മദിന് എന്തിനെ മുന്തിച്ചു എന്ന് ചോദിച്ചാൽ അഹ്മദു റബ്ബില്ലാഹ എന്നല്ല ആദ്യം പറയേണ്ടതെന്ന് ചോദിച്ചാലും ബിസ്മിന്റെ ശേഷം ഹംദാണ് പറയേണ്ടത്. ബിസ്മി അല്ലിക്കഴിഞ്ഞാൽ ഏതാ പറയേണ്ടത്? ഹംദാണ് പറയേണ്ടത്. അത് പറയാതെ കാല മുഹമ്മദ് എന്നല്ല ആദ്യം പറഞ്ഞത്. എന്നിട്ടല്ല അഹമ്മദ്, അത് കാലൻ്റെ മക്കൂലാകാൻ വേണ്ടിയാണ്. നാല് മറുപടിയും പറഞ്ഞു. സഖത്തുള്ള മറുപടി അറിഞ്ഞപ്പോൾ അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാലൻ്റെ മക്കൂലല്ലേ എന്ന് ചോദിച്ചാലോ, അത് കാല മുഹമ്മദ് പറഞ്ഞ വാക്കല്ലേ എന്ന് ചോദിച്ചാലോ.
അതിൽ സാക്കത്തുള്ളൊരു കയ്യൊത്തിങ്ങോട്ട് നീണിച്ചിരുന്ന്. എൻ്റെ നാടോടെ ചോദിച്ചാൽ ആരോട്? ഉസ്താദിനോട്. ആദ്യം പറഞ്ഞിട്ട് അത് ഹക്കീക്കിയായി ഇബ്തിദാകാൻ വേണ്ടിയിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ അഹമ്മദ് റബ്ബില്ലാതെ അതിൻ്റെ തുടർച്ചയായി അതും പറയണ്ടേ ചോദിച്ചാൽ. അപ്പോഴാണ് കയ്യൊത്തി എണിച്ചിരുന്നിട്ട് നാടോടെ. അപ്പോൾ നാടും പേരും ഇതൊക്കെ പറഞ്ഞപ്പോൾ, അഡ്രസ്സൊക്കെ പറഞ്ഞപ്പോൾ സക്കത്തുൽ ഉസ്താദിന് മനസ്സിലായത് ഇത് കാര്യം ഓതാൻ പറ്റിയ കുട്ടിയാണ്. ഒരു നടക്ക് പോകില്ല, അത് ഓതാൻ പറ്റിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ നാളെ വരിയെന്ന് അറിഞ്ഞല്ലോ. അന്നാണ്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തലക്കുന്നുണ്ട് തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസന്നിഫ് ബസ്മലത്ത് കൊണ്ട് തുടങ്ങി. ശൈഖുന അങ്ങനെ പറയണ രസം. മുസന്നിഫ് ബസ്മലത്ത് കൊണ്ട് തുടങ്ങി. ബസ്മലത്ത് എന്നുള്ളത് നഹ്ത് ബാബാണ്. അപ്പോൾ ശൈഖുന ചോദിച്ചാൽ അത് ഖിയാസിയോ സമായിയോ? ബസ്മലത്ത് ബാബ് നഹ്ത് ബാബ് പറയുമ്പോൾ ഖിയാസിയോ സമായിയോ? അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാ ഹാഷിയിലും ഷറഹിലും ഉള്ളതൊക്കെ ആരെ കൽബിലുണ്ട്? സക്കത്തുൽ ഉസ്താദിൻ്റെ കൽബിലുണ്ട്. പിന്നെ സക്കത്തുൽ ഉസ്താദ് ആരോടെ പറഞ്ഞത്രേ, ഞാൻ അൽഫിയ മുത്താല ചെയ്ത് ഓതി കൊടുക്കാൻ തുടങ്ങിയത് എന്തിൻകുട്ടിയിലേക്ക് ഓതി കൊടുത്തപ്പോഴാണ്. ഞാൻ അൽഫിയ മുത്താല ചെയ്ത് ഓതി കൊടുക്കാൻ തുടങ്ങിയത് ജയന്തിൻകുട്ടി ഉസ്താദിലേക്ക് ഓതി കൊടുത്തപ്പോഴാണ്. വേറെ അവിടുത്തെ ജീവിതത്തിൽ ഉസ്താദുമാരൊക്കെ വേറെ ഉസ്താദന്മാരുടെ ജീവിതത്തിൽ അവനെ സക്കത്ത്, കാരണം ഖാലിദ് ഉസ്താദിനാരെ അത് പറഞ്ഞാൽ കഴിയൂല. അത് അവിടെ ഒരുപാട് പറയാനുണ്ടാവും. അതുകൊണ്ടാണ് മറ്റൊരു ഉസ്താദിലേക്ക് നീങ്ങേണ്ടത്. പിന്നെ അവിടുന്ന് കഴിഞ്ഞപ്പോൾ സക്കത്തുൽ ഉസ്താദിൻ്റെ സക്കത്തുൽ ഉസ്താദ് പിന്നെ എന്ത് ചെയ്തു? അവിടുന്ന് മാറി. എവിടേക്ക് മാറി? സക്കത്തുൽ ഉസ്താദ് തലക്കടുത്തൂർക്ക് മാറിയപ്പോൾ ഉസ്താദ് എവിടേക്ക് പോയി? തലക്കടുത്തൂരിലേക്ക് പോയി എന്നാണ്. അങ്ങനെ തലക്കടുത്തൂരിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്തത്? അന്നേരമായ ശൈഖുന എല്ലാവിധ മഹല്ലിയും ജംഉം അതുപോലെ ഇലാവിയും മുല്ലായസനും ഒക്കെ ഓതിക്കേണ്ടത് എവിടുന്നാണ്? സക്കത്തുള്ളവരുടെ ദർശനം എവിടുന്നാണ്? തലക്കടുത്തൂരിൽ നിന്നാണ് ഓതിയത്. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ജമ്മു ഓതാൻ വേണ്ടിയിട്ട് ആര് വന്നത്തരെ? ഷെയ്ഖ് ഹസൻ ഹസറത്ത്, ബാക്കിയാത്തിലെ ഷെയ്ഖ് ഹസൻ ഹസറത്ത് കണ്ണൂർക്കാരനാണ്, പാപ്പിനിശ്ശേരിയാണ്. അന്ന് ബഹുമാനപ്പെട്ടവർ ജമ്മുൽ ജവാമി ഓതാൻ വേണ്ടി ആരെടുത്ത് വന്നു? സക്കത്തുള്ളവരുടെ അടുത്ത് വന്നപ്പോൾ ഷെയ്ഖുനാനായിട്ട് സംസാരിച്ചപ്പോൾ ഷെയ്ഖുന അതിനോട് ഷെയ്ഖ് ഹസൻ ഹസറത്ത് ചോദിച്ചത്രേ, നിങ്ങൾ റിസാലത്തുൽ മാറദൈനി ഹിസാബൊക്കെ ഓതിക്കണമെന്ന് ചോദിച്ചത്രേ. അങ്ങനെ കിതാബിലെ റിസാലത്തുൽ മാറദൈനി ഹിസാബൊക്കെ ഓതാനപ്പെടുന്ന ഓതിക്കണ് പറഞ്ഞു. എന്നാൽ എല്ലാ ബുർഹാനും തഹ്ഖീഖാക്കി പറഞ്ഞുതരാൻ പറ്റിയൊരു മൗലവിയുണ്ട് ഇപ്പോൾ. എവിടെ? ബഹുമാനപ്പെട്ട കാപ്പാട് ഉസ്താദ് എന്ന് പറഞ്ഞ കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയർ എന്ന് പേരുള്ളൊരു മൗലവി കൂത്തുപറമ്പിൽ ദർസ് നടത്തുന്നുണ്ട്. മൂപ്പരെ അടുത്തുനിന്ന് ഓതിയാൽ അതിൻ്റെ എല്ലാ ബുർഹാനുകളും ഹൃദിസ്ഥമാണ്, തഹ്ഖീഖാക്കി ഓതാ. അപ്പോൾ ഷെയ്ഖുനാക്ക് എന്തായി? ആ ഉസ്താദിൻ്റെ അടുത്തൊന്ന് ഓതണം എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെ ഇസ്തിഖാറത്ത് ചെയ്തപ്പോൾ ഉസ്താദ് മനാമിൽ ഒരു ഉസ്താദിനെ കാണുകയാണ്. ഉസ്താദിനെ കണ്ട് ഷെയ്ഖ് ഹസൻ ഹസറത്ത് പറഞ്ഞ അതേ അടയാളമൊക്കെ ഒരു ഉസ്താദിനെ ഉറക്കത്തിൽ കാണും. തീരെ കാണാത്ത ഉസ്താദിനെ കാണുക. അന്വേഷിച്ച് കാപ്പാട് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ സ്വപ്നം കണ്ട ആ ഉസ്താദ് തന്നെ ഒരു മാറ്റമില്ല, മുഴുവനും അതന്നെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഷെയ്ഖുന വലിയ തൃപ്തിയായി ആർക്ക്? കാപ്പാട് ഉസ്താദിന് അവിടെ ഓതാൻ ചെന്നത്. 3 കൊല്ലം ഓതിയ കിതാബിൻ്റെ വീണ്ടും 3 കൊല്ലം ആവർത്തിച്ച് എവിടുന്ന് ഓതി? കാപ്പാട് ഉസ്താദിൻ്റെ അടുത്ത്. ഷെയ്ഖുന മൗലേരി എന്ന് ഇത്തിലാക്കാക്കി പറഞ്ഞാൽ അതാരായിരിക്കും? കാപ്പാട് ഉസ്താദായിരിക്കും. മൗലേരി എന്ന് അലലിത്തിലാക്ക് പറഞ്ഞാൽ അതാരായിരിക്കും? കാപ്പാട് ഉസ്താദായിരിക്കും. അങ്ങനെ പറയാം. മൗലേരി എന്ന് പറഞ്ഞാൽ കാപ്പാട് ഉസ്താദാണ്. വലിയ ബഹുമാനമായിരുന്നു. കാപ്പാട് ഉസ്താദിൻ്റെ കറാമത്തുകളൊക്കെ പറയും. അന്ന് ആ ദർസിൽ പഠിക്കുന്ന കാലത്താണ് തൊട്ടടുത്ത പരിസര പ്രദേശത്ത് തിബ് പഠിപ്പിക്കുന്ന, ഈ ചികിത്സ പഠിപ്പിക്കുന്ന ഒരു ആലിമുണ്ട് എന്ന് അറിഞ്ഞു. ഉസ്താദ് അവിടെ പോയിട്ട് ഉസ്താദിൻ്റെ സമ്മതപ്രകാരം അവിടെ പോയിട്ട് തിബിൻ്റെ കിതാബുകളൊക്കെ ഓതി പഠിച്ച്. അപ്പോൾ തിബിൻ്റെ കിതാബുകളൊക്കെ ഓതി പഠിച്ചപ്പോൾ അത് ഓതാത്ത ആളായിരുന്നു ആര്? കാപ്പാട് ഉസ്താദ്. അപ്പോൾ കാപ്പാട് ഉസ്താദിനെ അത് ഷെയ്ഖുനാനെ കൊണ്ടൊന്ന് ഓതിപ്പിക്കണം. ഓൽക്കൊന്നും ഇൽമിൽ കിബറില്ല. ഒരു ശിഷ്യൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓതുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു അഹങ്കാരം ഓരോ കൽബിലില്ല. ഇൽമുള്ളടത്തുനിന്ന് പഠിക്കുക എന്നാ.
അങ്ങനെ ഷെയ്ഖുനാനോട് പറഞ്ഞപ്പോൾ ഷെയ്ഖുന ആകെ മാനസികമായി ഉസ്താദിന് ഇപ്പോൾ ഇത് ഓതി കൊടുക്കണമല്ലോ, എങ്ങനെ ഇപ്പോൾ ഇത് ഓതി കൊടുക്കുക? അപ്പോൾ ഓല് രണ്ടാളും കൂടി ഷെയ്ഖുന ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതിങ്ങനെ മൂലയരോട് കാപ്പാട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ അങ്ങോട്ട് ഓതി തന്നാൽ മതി, കിതാബ് ഇബാറത്ത് വെച്ചിട്ട് ഇസ്തിലാഹ് വരേണ്ടടുത്ത് അവിടെ നിർത്തിയാൽ മതി, അവിടെ ഞാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ആ കിതാബ് ഇങ്ങനെ ആരും ഓതും, കാണുന്നവർക്ക് കണ്ട ആരും ഓതി കൊടുക്കുകയാണ്. ആരാ ഓതി കൊടുക്കണത്? കാപ്പാട് ഉസ്താദ് ഓതി കൊടുക്കാൻ തോന്നുന്നു കാണുന്നവർക്ക് കണ്ടാൽ. തൻ്റെ ഉസ്താദിനെ മാനിച്ചത് അങ്ങനെ. ഇസ്തിലാഹ് വരേണ്ടടുത്ത് അവിടെ നിർത്തും. അപ്പോൾ അവിടെ ഉസ്താദാണ് പറയും. അപ്പം എന്തായി, കാണുന്നവർക്ക് അപ്പം എന്തായി, ഉസ്താദ് ചോദിച്ചിട്ട് പറയുകയാണെന്ന്, ഉസ്താദ് പരീക്ഷ നടത്തിയിട്ട് പറയുകയാണെന്നുള്ള ആൾക്കായി സംഭവം. അങ്ങനെയാണ് ആ കിതാബ് മുഴുവനും ഓതിക്കൊടുത്തത് എന്ന് പറയാറുണ്ട്. അങ്ങനെ അങ്ങും ഇങ്ങും കാപ്പാട് ഉസ്താദിനെ കുറിച്ച് ഷെയ്ഖുന പറയുന്നൊരു മദ്ഹുണ്ട്. എൻ്റെ ഉസ്താദ് തദ്രീസോട് കൂടി വഫാത്തായ ഉസ്താദ് എന്ന് പറഞ്ഞാൽ കാപ്പാട് ഉസ്താദ് വഫാത്താകാൻ കിടക്കുമ്പോൾ ശിഷ്യന്മാർ ലിക്ർ ചൊല്ലി കൊടുത്തല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ കാപ്പാട് ഉസ്താദ് പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാവരും മരിക്കാൻ കിടക്കണ ആകെ ചൊല്ലി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ മൂപ്പര് കിബിലക്ക് മുന്നിട്ടിട്ട് കിടന്നു പറഞ്ഞു ഉഷാറായിട്ട്. കിബിലക്ക് മുന്നിട്ടിട്ട് കിടന്നിട്ട് മരിക്കാൻ കിടക്കണ ആളെ മുഖത്ത് നോക്കി 3 പ്രാവശ്യം പറയാം, എന്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ പറഞ്ഞ് പിന്നെ നോക്കുമ്പോൾ മുണ്ടണില്ല, വഫാത്തയക്കണ്. ആര് വഫാത്തയക്കണ്? കാപ്പാട് ഉസ്താദ്. മരണം തന്നെ ഒരു ദർസായി. തദ്രീസോട് കൂടി വഫാത്തായ എൻ്റെ ഉസ്താദ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയൊക്കെയാണ് ആ ചരിത്രങ്ങളുള്ളത്. അള്ളാഹു അവരൊക്കെ മദത് അള്ളാഹ് നമുക്ക് തരട്ടെ, അവരൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, സലാമത്താക്കുമാറാകട്ടെ. പിന്നെ ഉപരിപഠനത്തിന് പോയിണ്ടാവും. ഉപരിപഠനത്തിന് പോയി. പിന്നെ ഈ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബാക്കിയാത്തിലേക്ക് ഉപരിപഠനത്തിന് പോയി. ഷെയ്ഖാന മസറത്തിൻ്റെ ദർസിൽ ചെന്ന് അവിടെ ഷംസുലുലമ്മ ഉസ്താദിൻ്റെ മുഷാറക്കത്ത് ശരീക്കായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. അവർ തമ്മിൽ കണ്ടാൽ തന്നെ ഇപ്പോഴും അന്നത്തെ ആ ബഹുമാനം ഷംസുലുലമ്മ നമ്മൾ കെ പുറത്ത് ഓതുമ്പോൾ ഷംസുലുലമ്മ അബൂബക്കർ ഉസ്താദ് ഒരാളെ പറഞ്ഞയച്ചു, ഇവിടേക്ക് ഒരു ഖാദിമിനെ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞയച്ചത്? ഷെയ്ഖുന എന്നാ വീട്ടിലുണ്ടാകുക അന്ന് ഷംസുലുലമ്മക്കൊന്ന് കാണാൻ വരാൻ വേണ്ടിയാണ്. അങ്ങനെ ഷെയ്ഖുന ദിവസം പറഞ്ഞ് ആ പറഞ്ഞ ദിവസം ആര് വന്നു? ഉസ്താദ് ആരെ കാണാൻ വന്നു? ഉസ്താദിനെ കാണാൻ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്ര ബഹുമാനായിരുന്നു ഷംസുലുലമ്മക്ക് ആരെ ഉസ്താദിനെ. കാരണം അത് എല്ലാ നിലക്കും നസബ അങ്ങനെ, അതുപോലെ ഇൽമ അങ്ങനെ. പിന്നെ ഒരു കറാഹത്ത് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ 4 കൊല്ലം ഷെയ്ഖുനാൻ്റെ പൂർണ്ണമായ ഹദറത്തിൽ നമ്മൾ ഓതിയപ്പോൾ ഒരിക്കലെങ്കിലും ഒരു പത്രം നോക്കിയ അനുഭവം നമുക്കില്ല. അവിടെ മുത്താലിമീങ്ങളും നാട്ടുകാരും കൂടി ചെറിയ വിഷയം വന്നപ്പോൾ നാട്ടുകാരോട് പറഞ്ഞ്, എൻ്റെ കുട്ടികൾ ഒരു പേപ്പർ വരെ വായിച്ചാത്ത കുട്ടികളാണ്, ഓലെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കൂല എന്നാണ് പറഞ്ഞത്. ഒരു മദ്ഹായിട്ട് പറഞ്ഞാൽ അതാ, എൻ്റെ കുട്ടികൾ ഒരു പേപ്പർ വരെ വായിക്കാത്ത കുട്ടികളെ ഓലെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കൂല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് പറഞ്ഞ ഇൽമ പഠിക്കണോല് മറ്റൊരു വിഷയം കൊണ്ട് ജോലിയാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. പഠനം മാത്രം ഓൽക്ക് വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെയാണ് അവരൊക്കെ കിതാബ് ഓതിയതും പഠിച്ചതും മുഴുവനും ബൈഹാർട്ടാണ്. അങ്ങനെയാണ് ബാക്കിയാത്ത് കഴിഞ്ഞ് ബാക്കിയാത്തിൽ 2 കൊല്ലം മുത്തവ്വല് ഉസ്താദന്മാരുടെ ഇടയിലൊക്കെ വലിയ ഖദറായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഷെയ്ഖുനാക്കുണ്ടായിരുന്നത്. അൽഫിയൊക്കെ ഓതിയിരുന്ന സമയത്ത് പകൽ തന്നെ അൽഫിൻ്റെ ഷറഹടക്കം മനപ്പാടാക്കലാണ്, രാത്രി വെളിച്ചമില്ലാത്തതുകൊണ്ട്. അതുണ്ട്. അൽഫിയോദിൻ്റെ സമയത്ത് ഈ കോങ്കായത്തെ പള്ളിയൊക്കെ തന്നെ അവിടെ 11 മണിയായാൽ വിളക്ക് കെടുത്തണമെന്ന് കമ്മിറ്റിൻ്റെ ഓർഡറാണ്. 11 മണിയായാൽ വിളക്ക് എന്ത് ചെയ്യണോ, കിടത്തണമെന്ന് ആരെ ഓർഡറാണ്? കമ്മിറ്റിൻ്റെ ഓർഡറാണ്. അപ്പോൾ കമ്മിറ്റിൻ്റെ ഓർഡറായപ്പോൾ ഷെയ്ഖുന് 11 മണിയായ വിളക്ക് എടുത്തു. അൽഫി എങ്ങനെ? അപ്പോൾ ഷെയ്ഖുന് എന്നോട് പറഞ്ഞാൽ ഞാനിങ്ങനെ വിളക്ക് എടുത്തോളം കിതാബൊക്കെ ഒന്ന് ഷറഹൊക്കെ ഒന്ന് നോക്കും. പിന്നെ വിളക്ക് എടുത്തിയ വെളിച്ചമില്ല. അപ്പോൾ ഞാൻ അൽഫി ഈ തലക്കുന്ന് ഓതി അതുവരേക്കും ഓതിയോടത്തുനിന്ന് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കാണാതെ ചെല്ലും. ഇതിങ്ങനെ കാണാതെ ചെല്ലുന്ന ശബ്ദം വലിയ ഉസ്താദ് കേട്ടു. വലിയ ഉസ്താദ് കേട്ടപ്പോൾ എല്ലാം വന്നു നോക്കി ഷെയ്ഖുനെ ഇരുട്ടത്ത് വലിയ ഉസ്താദ്. അപ്പോൾ ആരാണ് ഈ കാണാതെ അൽഫിൻ്റെ വേത്തിയിലുള്ളത്? ആരാ? നമ്മൾ ഉസ്താദ് വിദ്യാർത്ഥിയായ സമയത്ത് മൂപ്പരാ ചെല്ലുള്ളത്.
അൽഫിൻ്റെ കാലാ മുഹമ്മദിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അന്നത്തെ പാടം വരെ, പിന്നെ പാടത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് ചെല്ലും. അതെല്ലാവർക്കും കഴിയുമല്ലോ, എല്ലാവർക്കും കഴിയുമോ? സാധിക്കൂല. ഇങ്ങോട്ടും ചെല്ലും. ഇത് ഉസ്താദ് വല്ലതും വന്ന് നോക്കുമ്പോൾ അപ്പോൾ പഠിക്കാൻ പറ്റിയൊരു കുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മുത്തവല്ലിനെ വിളിപ്പിച്ചു. മുത്തവല്ലിനെ ഉസ്താദ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു വിളക്ക് കത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് അനുമതി തരണം. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസ്താദ് ഒരു വിളക്ക് കത്തിച്ചോളിയായിരുന്നു. ആ ഒരു വിളക്ക് ആർക്കുള്ളതായിരുന്നു? ഈ പഠിക്കുന്ന കുട്ടിയാണ് ഓക്കെ ഉസ്താദിനുള്ളതായിരുന്നു. അതേറ്റ് ഉസ്താദ് പറയും, അന്ന് സർക്കത്തുൽ ഉസ്താദ് പറഞ്ഞ അന്ന് ഷറഹൊക്കെ ഇങ്ങനെ ഓരോ ഷറഹുകളും ഇങ്ങനെ നോക്കിയല്ലോ, ഖുദർ നോക്കിയാൽ, സബ്ബാൻ നോക്കിയാൽ ഒക്കെ എല്ലാ ഷറഹും ഉസ്താദ് അന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ നോക്കി എഴുതേണ്ടത് എഴുതി അടയാളപ്പെടുത്തി ചിലപ്പോൾ കാണാം പിന്നൊരു ഒച്ചപ്പാട്. ആ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ മുക്കറി വാങ്ങിക്കൊടുക്കാൻ വരിക, സുബഹി വാങ്ങിക്കൊടുക്കാൻ വരിക. അപ്പോൾ മുക്കരി വാങ്ങിക്കൊടുക്കാൻ നിന്നപ്പോൾ ഒരീസ ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല പറഞ്ഞു. അപ്പോൾ മുക്കരി പറഞ്ഞു, അല്ലല്ല സമയമായിക്കണ്, നിങ്ങളിതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് ചോദിച്ചാലോ ഷെയ്ഖുനാനോട്. മുക്കരിക്ക് അപ്പോൾ മനസ്സിലായി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഷെയ്ഖുന നേരം പോലത്തെ കഥ തന്നെ അറിയാം. നേരം പുലരുന്നത് വരെ കിതാബ് നോക്കിയിട്ടും കുറഞ്ഞ സമയമായിട്ടുള്ളൂ എന്ന് അനുഭവപ്പെട്ടത്. അങ്ങനെ സുബഹി പല ദിവസങ്ങളും അങ്ങനെയായിരുന്നു. സയ്യിദ് ഉസ്താദിന്റെ ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞ് അവരാ ഫത്തുൽ മൊയ്നൊക്കെ നന്നാക്കിയത് അവരെ ഉസ്താദിന്റെ കിതാബ് 2ാം ദർസ് കഴിഞ്ഞതിൻ്റെ ശേഷം 11 മണിൻ്റെ ശേഷം കിട്ടുള്ളൂ. അന്നാ 11 മണിൻ്റെ ശേഷം മണ്ണെണ്ണ വിളക്കത്തിരുന്ന് എഴുതിണ്ടാക്കിയതാണ് ആ ഫത്തുൽ മൊയ്ൻ്റെ ഷറഹുകളൊക്കെ സയ്യിദ് ഉസ്താദിന്റെ. അപ്പം അവരൊക്കെ അങ്ങനെയാണ് ഉറക്കം വഹിച്ച് പഠിച്ചത്. ഇന്നിപ്പോൾ ലൈറ്റ് കെടുത്തിയാൽ മുഖം പ്രകാശിക്കണ കാലമാണ്. ഞാൻ പറയണില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ലൈറ്റ് കെടുത്തിയാൽ മുഖം പ്രകാശിക്കും. അപ്പം നിങ്ങൾ മുത്താലിമ്യങ്ങളോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇല്ലായിരിക്കട്ടെ. ഷെയ്ഖുനാന്റെ തെദരീസ് വാക്കിയാത്തു നിന്ന് വന്ന് 30 വയസ്സാകുമ്പോൾ ഷെയ്ഖുന ദർസ് തുടങ്ങി. ബാക്കി അപ്പോൾ എത്ര വയസ്സിൽ? 30 വയസ്സ്. 1916 ജനിച്ചു ഷെയ്ഖുന. 30 വയസ്സാകുമ്പോൾ അപ്പോൾ എത്ര? 46 വയസ്സിൽ ഷെയ്ഖുന 1946 ഷെയ്ഖുന എന്ത് ചെയ്തു? അന്ന് 30 വയസ്സാണ്. ഷെയ്ഖുന കുയിപ്പുറം പള്ളിയിൽ താൻ ഓതി പഠിച്ച ആദ്യത്തെ പള്ളിയിൽ, അവിടെയാണ് സ്വന്തം നാട്ടിൽ, അവിടെയാണ് ദർസ് തുടങ്ങിയത്. അന്നത്തെ ദർസ് എങ്ങനെയാണ്? ഷെയ്ഖുന കുറഞ്ഞ കുട്ടികൾ ഓതാൻ വന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? കിതാബ് ഓതി കൊടുക്കും. എന്നിട്ട് ഷെയ്ഖുന എന്നെ ഒപ്പം ഇരുന്ന് പഠിപ്പിക്കും. അത്രേ ഷെയ്ഖുന എന്നെ ഒപ്പം കുത്തർന്ന് പഠിപ്പിച്ചു കൊടുക്കും. വേണ്ടല്ലോ കുത്തർന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം മീസാനൊക്കെ കണ്ട് പഠിപ്പിച്ചു തന്നാൽ ഞാൻ മീസാനിലൊരു ഇസ്കാൽ വെച്ചിട്ടെ നിങ്ങളോട് ഉണ്ടണില്ല, തലയാട്ടിടില്ല ആരും. മീസാനില്ലേ ഒരു ഇസ്കാൽ വയ്ക്കട്ടെ, ആയിക്കോട്ടെ. മീസാൻ ഹുവ എന്നുള്ള വീറിന് എത്ര സീയുണ്ട്? ഹുവ എന്നുള്ള വീറിന് എത്ര സീയുണ്ട് മീസാനിലേക്ക്? ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്. ഫയല, മാഫയല, ഫൊയില, മാഫൊയില, യഫുല എണ്ണി നോക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ ഒരു മുത്താലിം പഠിച്ചു വെക്കണം. ആ സീഖൻ്റെ പേരും മാലി മഅറൂഫ് മുസബത്തിൽ നിന്നുള്ള ഇദാ മുദക്കർ, മാലി മഅറൂഫ് മൗഫിയിൽ നിന്നുള്ള ഇദാ മുദക്കർ, മാലി മജ്ഹൂൽ മുസബത്തിൽ നിന്നുള്ള ഇദാ മുദക്കർ. ആ ഉവ്വക്ക് ഒരുപാട് സീഖുണ്ട്. അതൊക്കെ ഒരു മുത്താലിമിന് അറിഞ്ഞിരിക്കണം. പഠിക്കാൻ കുറേ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല പഠിക്കുക ഷെറായിട്ട്. ഷെയ്ഖുന ഈ മുത്താലിമിൻ്റെ ഒപ്പം കുത്തർന്ന് പഠിപ്പിച്ചു കൊടുക്കത്തേ. ഈ ദർസാണ്ട് അറിയപ്പെട്ടു. പിന്നെ എവിടുത്തെ പള്ളിയിൽ, കൊയ്പ്പുറം പള്ളിയിൽ ഉൾക്കൊള്ളാത്ത സദസ്സായി പോയി. അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. കാരണം അങ്ങനെയാണ് ഉസ്താദ് ദർസ് നടത്തുന്നത്. രാവും പകലും കുട്ടികളെ കൊടുത്തില്ല ഒപ്പം ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആലിമീൻ എൻ്റെ അടുത്ത് ഓതിയ ഒരു കുട്ടി ഉഷാറാവണം. അത് മൗത്ത് വരെയുള്ളൊരു ദ്വയായിരുന്നു. എൻ്റെ അടുത്ത് ഓതിയാലെ പാഴാക്കല്ല പഠിച്ചവനെ, അത് അവിടുത്തെ ഒരു ദ്വയാണ്. അതാണ് ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ. എൻ്റെ അടുത്ത് ഓതുന്നതിൽ ഉഷാറാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഉസ്താദുമാർ. നമ്മൾ ഉസ്താദുമാരുടെ ദർജ അല്ലാഹ് ഏറ്റി കൊടുക്കട്ടെ. പിന്നെ ആ ദർസ് കുഴിപ്പുറത്ത് എത്ര കാലം ഉണ്ടായി? പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ദർസുകളെ കുറിച്ച്? പിന്നെ കുഴിപ്പുറത്ത് 2 കൊല്ലത്തോളാണെന്ന് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നമ്മൾ നോക്കാം. ഏതായാലും കുറച്ച് കാലം അവിടെ ഉണ്ടായി. പിന്നെ അവിടെ ഉൾക്കൊള്ളാൻ കഴിയാതായി സ്ഥലം. അങ്ങനെ പിന്നെ ഷെയ്ഖുന പിന്നെ അവിടുന്ന് മാറിയിട്ട് പല സ്ഥലങ്ങളിൽ ദർസ് നടത്തി. ചെറുശ്ശോല ദർസ് നടത്തിയിട്ടുണ്ട്, തലക്കടുത്തൂർ ദർസ് നടത്തിയിട്ടുണ്ട്, കായംകുളത്ത് ദർസ് നടത്തിയിട്ടുണ്ട്.
കാസർഗോഡ് നടത്തിയിട്ടുണ്ട്, കണ്ണൂർ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ അതിൽ ചാലിയത്ത്, കെ പുറത്ത്, പിന്നെ പിന്നെ പൊടിയാട്ടൊരു കൊല്ലം, ഇയാൾ സുന്നയിൽ ഒക്കെ ഷെയ്ഖുനൻ്റെ പല സ്ഥലങ്ങളിൽ ദർസ് നടത്തി. അതിൽ ഏറ്റവും കൂടുതൽ ഷെയ്ഖുന ദർസ് നടത്തിയ സ്ഥലം ചാലിയാണ്. രണ്ട് തവണ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആദ്യം ഒന്ന് വിട്ടിട്ട് പിന്നെയും ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് സമയം നിന്നിട്ട് പിന്നെ പോന്നിട്ട് പിന്നെ ചാലിയത്തേറി വീണ്ടും നിന്നിട്ട് ദീർഘകാലം പിന്നെയാണ് രണ്ടാമത്തെ നൃത്തത്തിലാണ് ഷെയ്ഖുന നിന്നിട്ടുള്ളത്. AP ഉസ്താദും സുലൈമാൻ ഉസ്താദൊക്കെ ചാലിയത്തെ വിദ്യാർത്ഥികളാണ്. സുലൈമാൻ ഉസ്താദ് ആദ്യമായി ഓതിയുന്നത് ഇവിടെ ഇരുമ്പ് ചോല ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസിലാണ്. അതുപോലെ AK ഉസ്താദും നിബറാസുല്ലമ്മ AK ഉസ്താദ് അവർ രണ്ടാളും കൂടി അവിടുന്ന് കൈപ്പറ്റ ഉസ്താദിനോട് സമ്മതം ചോദിച്ചത്ര ഞങ്ങളിന്ന് ചാലിയത്തേക്ക് പോട്ടെ. അപ്പോൾ കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞത്ര എന്താ പറഞ്ഞത്, അവർ ഇൽമിലും നെസബയിലും ഉയർന്ന ആളാണ് OK ഉസ്താദ്. ഷെയ്ഖുനാനെ കുറിച്ച് പറഞ്ഞ ഇബാറത്ത് എന്താ, ഇൽമിലും നെസബയിലും ഉയർന്ന മഹാനാണ്, അവിടെ പോയി ഓതുകയാണെങ്കിൽ അവിടെയൊക്കെയാണ് പോയി ഓതേണ്ടത് എന്ന് പറഞ്ഞ് കൈപ്പറ്റ ഉസ്താദ് പ്രചോദനം നൽകി ഇവർക്ക് പറഞ്ഞയച്ചു. OK ഉസ്താദിൻ്റെ ദർസിലേക്ക് പറഞ്ഞയച്ചു എന്ന് റയീസുലമ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ആ സംഭവം അവരൊക്കെ കൽബ് തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ബഹുമാനം അത്രമാത്രം ആയിരുന്നു എന്ന്. അതുപോലെ തന്നെ OK ഉസ്താദ് കൈപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ഈ കുനൂത്തിലുണ്ടല്ലോ അവസാനം ഒരു വസല്ലല്ലാഹു ജല്ലല് അത് ഷെയ്ഖുന ജല്ലല് പതിവ് കുറവാണ്. ഷെയ്ഖുന എന്താ ചെയ്യില്ല, റബ്ബി ഗഫിർ വർഹം വഅന്ത ഖൈറുർ റഹീം സലാത്ത് കഴിഞ്ഞിട്ട് റബ്ബി ഗഫിർ വർഹം വഅന്ത ഖൈറുർ റഹീം എന്നുള്ള ആര് ജല്ലലില്ല, ഷെയ്ഖുന ജല്ലലില്ല. അപ്പോൾ ഷെയ്ഖുന ജല്ലലില്ല. കൈപ്പറ്റ ഉസ്താദാണെങ്കിലോ അത് ജല്ലലുണ്ട്. അപ്പോൾ സുലൈമാൻ റയീസുല്ലമ്മ ഷെയ്ഖുനാനോട് പറഞ്ഞല്ലോ, കൈപ്പറ്റ ഉസ്താദ് ഇത് ഇന്ന കിതാബിൽ ഇന്നോടത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോട്, OK ഉസ്താദിനോട്ട്. അപ്പോൾ OK ഉസ്താദ് പറഞ്ഞല്ലോ മൂപ്പര് വലിയ തഹക്കീക്കുള്ള ആളാണ്. ആരെ പറ്റി, കൈപ്പറ്റ ഉസ്താദ്. മൂപ്പര് ഇൽമിൽ വലിയ തഹക്കീക്കുള്ള ആളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തോളി പറഞ്ഞല്ലോ, ആരോട് നിങ്ങൾ അങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞു. എന്നോട് ഉസ്താദ് പറഞ്ഞത് ഈ കൊറോണ സമയത്ത് ഞാൻ കുത്തുബുഖാനിയിൽ ഒരിക്കൽ റസർക്ക് വന്നപ്പോൾ എന്നോട് ഇമാമുക്കാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു കുനൂത്ത് ഓതണം എന്ന് പറഞ്ഞു ഉസ്താദ് റയീസുല്ലമ്മ. കുനൂത്തിൽ ഇത് ഓതണം അല്ല, കുനൂത്ത് ഓതണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുനൂത്തിൽ ഏത് ചെല്ലിയില്ല, റബ്ബി ഗഫിർ വർഹം എന്നുള്ള രീതിയില ചെല്ലിയില്ല, നാസിലത്തിൻ്റെ കുനൂത്ത്. ഇത് ഞാൻ ചെല്ലിയപ്പോൾ ഞാൻ റബ്ബി ഗഫിർ വർഹം എന്ന രീതിയില ചെല്ലിയില്ല. അപ്പോൾ ഞാൻ സലാം വീട്ടി ദുആ കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അവിടെ അത് ചെല്ലാന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് പറഞ്ഞ കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത് ഉസ്താദ് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തോളാറിഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാറിഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, അല്ലല്ല നിങ്ങൾ ഷെയ്ഖുനാനെ ഇത്തിബായി ചെയ്തതാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി പറഞ്ഞു. അപ്പം എന്നോട് നിങ്ങൾ ഷെയ്ഖുനാനെ ഇത്തിബായി ചെയ്തതാണ്, ഷെയ്ഖുന ഇത്തിബായിന് പറ്റിയ മഹാനാണ്, നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി. എന്നിട്ട് ഷെയ്ഖുനാനോട് ആ പറഞ്ഞ കഥയും അപ്പോൾ ഷെയ്ഖുന പറഞ്ഞ മറുപടിയും, അതുകൊണ്ട് എന്നോട് ഷെയ്ഖുന പറഞ്ഞേക്കണ് കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുക, നിങ്ങൾ ഷെയ്ഖുനാനെ എത്തിപ്പായില്ല, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നും ചെയ്തു ഉസ്താദ് പറയുകയും ചെയ്തു. അവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര വലിയ ബന്ധങ്ങളാണ്. പഴയ കാലത്തെ ആലിമ്യങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അങ്ങനെ പരസ്പരം പോരില്ല, കുഞ്ചില്ല, ഒരാൾ ഉയരുന്നതിൽ ഒരാൾക്കുന്നില്ല, ഒരു ബേജാറില്ല, വിഷമില്ല. ഇങ്ങനെ അവൻ മറ്റൊരു സ്ഥാനവും പദവി എത്ര പറഞ്ഞാലും അവർക്ക് മതി വരില്ല. അങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ. ഇപ്പം നമുക്ക് മറ്റൊരാളുകൾ ഉയരലും വളരലൊക്കെ അസൂയ വന്നപ്പോൾ നമ്മളൊക്കെ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണം അതാണ്. നമ്മൾക്കൊക്കെ അധപ്പതനം വരാൻ ഇപ്പോൾ ഈ സുൽത്താനുല്ലമ്മ ഉസ്താദിൻ്റെ ഒക്കെ ഉയർച്ചൻ്റെ കാരണം ഉസ്താദിന് ആരോടും ഒരു വിദ്വേഷമില്ലല്ലോ. നിങ്ങൾ സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? ആരോടും മനസ്സിലൊരു വെറുപ്പും വിദ്വേഷമില്ലാത്തൊരു മനുഷ്യനാണ് ആര്, സുൽത്താനുല്ലമ്മ ഉസ്താദ്. സംസാരിച്ച് നോക്കോണ്ടി നിങ്ങൾ. മനസ്സിലൊരു നമുക്ക് നല്ല പഠിക്കേണ്ട ആ ജീവിതം, അതിനനുസരിച്ച് അള്ളാഹു പദവി കൊടുക്കണ്. നമുക്കിങ്ങനെ മൂപ്പർക്ക് എന്തുണ്ടെങ്കിൽ എനിക്ക് പറ്റൂല, എനിക്ക് എന്തുണ്ടെങ്കിൽ മൂപ്പർക്ക് പറ്റൂല, ഇങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് നമ്മൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ഥാനം പദവി എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്മയിലേക്ക് ഇറങ്ങി വരണം. അള്ളാഹു തആല നമ്മുടെ കൽബൊക്കെ വിനയവും തെക്കുള്ള കൽബാക്കി തരട്ടെ. അവരൊക്കെ തന്നെ പൊക്കി പറഞ്ഞതിന് പകരം മറ്റുള്ളവരെ പൊക്കി പറയുന്ന ഒരു രീതിയായിരുന്നു അവരുടെ ജീവിതത്തിലൊക്കെ. ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുമ്പോൾ അങ്ങനെയാണ്. നമ്മളെ പരിപാടി ഏകദേശം അവസാനിക്കാനായി. അവസാനത്തെ ഒരു വിഷയം, പിന്നെ ഷെയ്ഖുനാന്റെ ജീവിതത്തിൽ നിന്ന്
നേരിട്ട് അനുഭവിച്ച നല്ല കറാമത്തുകൾ നേരിട്ട് അനുഭവിച്ചത് ആ ഏതോ ഒരു ഭ്രാന്തുള്ള ഒരാളത് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിനോട് പറയാ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. റസൂലുള്ളാഹിന്റെ അവർക്ക് കണക്ഷന് വെറും ഒരു മഅലൂമാത്തുകൾ നേടുക എന്നല്ല, ഇൽമിൻ്റെ ഗുണം കൊണ്ട് മുത്തസീഫാകുക എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്തത്. കുറേ മഅലൂമാത്തുകൾ ഇങ്ങനെ ഇങ്ങനെ ഇത് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ച കാസറ്റ് പോലല്ല ഓല കൽബ്. ഓല കൽബിൽ ഇൽമുണ്ടെന്നതിനനുസരിച്ചുള്ള ഗുണമുണ്ട്. ഇൽമുണ്ടായാൽ ഹൃദയം മുസാഫായി മാറുകയുള്ളൂ. ഹൃദയം മുസാഫായി മാറിയതിൻ്റെ ഉദാഹരണം റസൂലുള്ളാഹല്ലോ. റസൂലുള്ള മരത്തിനെ മാടി വിളിച്ചു വന്നില്ലേ, ചന്ദ്രനെ പിളർപ്പായി. അതിലെ ഇൽമ് പറഞ്ഞാൽ തങ്ങൾക്കുള്ളത് ഇൽമല്ലേ, തങ്ങൾക്ക് അള്ള കൊടുത്ത ഏറ്റവും വലിയ പദവിൻ്റെ ഇൽമല്ലേ. ആ ഇൽമിന് അത്ര ബഹുമാനത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ഞാനൊരിക്കൽ കേക്കപ്പുറത്ത് ഓതുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു അയൽവാസി ഒരു 7 വയസ്സായ ഒരു കുട്ടീൻ്റെ ഒരു ആൺകുട്ടീൻ്റെ കയ്യും പിടിച്ച് ഈ കുട്ടി ഇങ്ങനെ അതും ഇതൊക്കെ തലകൊണ്ട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കുറച്ച് ദിവസം അയക്കണ്, ഒരു ചികിത്സയും ചെയ്തിട്ട് മാറ്റില്ല, നമുക്ക് ഇങ്ങനെ ഓടക്കൽ ഉസ്താദിനോടൊന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കയ്യും പിടിച്ച് കാപ്പി ഞാനും കൂടി കുട്ടീനായിട്ട് എന്ത് ചെയ്തു, ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് ചെന്ന്. ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഷെയ്ഖുൻ എന്ത് ചെയ്തു, ഒക്കെ നോക്കിയിട്ട് ഒന്ന് മന്ദിരിച്ച് കണ്ട് എന്ത് ചെയ്തു, എനിക്കൊരു ചികിത്സ പറഞ്ഞു തന്നു. ഏതാൻ പറഞ്ഞാൽ എഴുതിയെടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ചെയ്തു കൊടുത്താളി, ഇത് നിങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ ചെയ്തു കൊടുത്തോണ്ടിന്നും പറഞ്ഞു. ഒരു ഇജാസത്തും തന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ ഭ്രാന്ത് നമുക്കൊരു നിയമത്തായി എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓർക്കണമല്ലോ. അങ്ങനെ ഒരു ഇജാസത്തും തന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെ ആ സോക്കേട് മാറി അൽഹംദുലില്ലാ. 2 മാസം കുഴപ്പമൊന്നുണ്ട്. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു ആ രോഗം. വീണ്ടും വാപ്പ വന്ന് കരഞ്ഞു. വീണ്ടും ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചികിത്സ ഒന്ന് മാറ്റി പറഞ്ഞു, കുറച്ചും കൂടി ഒരു കടുപ്പുള്ള ചികിത്സ തന്നു. അതിൻ്റെ ഇജാസത്തും തന്നു. അതും പോയിട്ട് എന്ത് ചെയ്തു കൊടുത്തു. സോക്കേട് മാറി. ഒരു 6 മാസം കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടായില്ല. പിന്നെയും വന്നു ആ രോഗം. പാപ്പ ഭയങ്കര അട്ടഹസിച്ച് കരുതി മാറൂല എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ തന്നെ പോകുമായിരുന്നു. അങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് ഞാൻ ആ കുട്ടിയുടെ കൈ പിടിച്ചൊക്കെയുണ്ട്. പാപ്പൻ്റെ വേക്കിലുണ്ട് കരഞ്ഞുകൊണ്ട്. അങ്ങനെ ചെന്നപ്പോൾ കൊലായിൽ ഇരിക്കുകയാണ് ഒതുക്കുങ്ങൽ. എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ വലിയ ഗൗരവത്തോടു കൂടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നമ്മളൊന്നും പറഞ്ഞാൽ നമുക്ക് കേൾക്കൂലല്ലേ എന്ന് ചോദിച്ചു. ഏതാ നമുക്ക്? ദേഹത്തിൽ ബാധിച്ചിട്ടുള്ള ശൈത്താൻ. നമ്മളൊന്നും പറഞ്ഞാൽ നമുക്ക് കേൾക്കൂലല്ലേ, എന്നാൽ 5 റസൂലുള്ളാഹിനോടൊന്നാണ് പറയട്ടെ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നീണിച്ചു, ഗൗരവത്തിൽ ഇങ്ങോട്ട് നീണിച്ച് നേരെ അകത്തേക്കാണ്ട് കടന്നു. വരാന്തയിൽ നിന്ന് അകത്തേക്കാണ്ട് കടന്നു. ഞാൻ ഇങ്ങനെ വരാന്ത അതിൻ്റെ അടുത്ത് നോക്കിക്കണ്ട് ആ പോക്ക് ഇങ്ങനെ പോയി കണ്ട് അതേ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആ സോക്കേട് മാറിയിക്കണ്, നിങ്ങൾ പോയിക്കോളി അറിഞ്ഞു. ആ സോക്കേട് ഇനി ഇല്ലാതെ മാറിയിക്കണ്, പോയിക്കോളി അറിഞ്ഞു. ഇന്ന് വരെ ആ രോഗം ഉണ്ടായിട്ടില്ല. കാര്യമായ അപ്പോഴേ നമുക്ക് കറാമത്തും ബോധ്യപ്പെടുള്ളൂ. ആരെ 2 ചികിത്സ നടത്തിയിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരണം. അല്ലേ ആ 2 ചികിത്സ ചെറിയ ചികിത്സ ഒന്നുമല്ല, കുറച്ച് പണിയുള്ള ചികിത്സയാണ്. അത് സുഖമായിട്ട് വീണ്ടും വന്നപ്പോൾ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂലല്ലോ. എന്നാൽ ഞാൻ റസൂലുള്ളാഹിനോടൊന്നാണ്ട് പറയട്ടെ. നേരെ അകത്ത് കണ്ട് കടന്നു. നേരെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മാറിക്കണം, പോയിക്കോളി. അകത്ത് പോയി ഉടനെ തന്നെ അങ്ങനെ വന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കാണ്. അകത്ത് കണ്ട് കടന്നിട്ട് 2ാമത്തെ അവിടേക്ക് കടന്നിട്ടില്ല. നേരാണ്ട് പോയിക്കാണ്ട് നേരെ എങ്ങനെയാണ് പറഞ്ഞത്, ഏത് രൂപത്തിലാണെന്ന് നമുക്കറിയില്ല. അവർ റസൂലുള്ളാഹിനെ കാണുന്നുണ്ടായിരിക്കും. റസൂലുള്ളാഹിനെ കാണുമല്ലോ, കാണേണ്ട ആൾക്കാർ. ഷെയ്ഖിനൊക്കെ കാണണമല്ലോ. അങ്ങനെയല്ലേ അവിടുത്തെ ജീവിതം ഉള്ളത്. അവിടുത്തെ ജീവിതം. ഞാൻ ഒരിക്കൽ വടകര മുഹമ്മദ് ഹാജി പാപ്പാനെ കാണാൻ ചെന്നു. അപ്പോൾ വലിയൊരു മൗലിയർ വന്ന് കണ്ട് എൻ്റെ ദർസിലും ഇൽമിലും ബർക്കത്തുണ്ടാകാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മുഹമ്മദ് ഹാജി പാപ്പ വച്ചിട്ടു, അതിന് ഇവിടെ അല്ലാതെ ദ്വാരക്കില്ല, ഒതുക്കുങ്ങ പോയി ദ്വാരപ്പിക്കുക, അവിടെ ഇൽമുള്ളത്. ആചാര്യ പാപ്പ ഒതുക്കുങ്ങൾക്ക് വണ്ടിച്ചാണ് ആരെ. എന്നിട്ട് ഈ സാധു അവിടേക്ക് പോവുകയാണ് ഒതുക്ക് ദ്വാരപ്പിക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച് ഇനിയും വണ്ടിച്ചു. അത് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് ഓതിയ ആളാണ്, ദർസ് തുടങ്ങിയിരിക്കണ്, അത് പറയാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ നടത്തണം, ഒക്കെ വേണോ. പിന്നെ വലിയ രസമായി, കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അവിടേക്കാണ് വായിപ്പിച്ചത്. ഇവിടേക്കാണ് വായിപ്പിച്ചത്, ഒതുക്കുകൾക്കാണ് വായിപ്പിച്ചത്. മടവൂർ CM മൂപ്പര് ഷെയ്ഖുനാൻ്റെ അടുത്താണ് ഓതുക എന്ന് പറഞ്ഞാൽ കിടക്കുന്നിടത്തുനിന്ന് കിടന്ന് നീണിച്ചിരിക്കും. ഓർക്ക് എൻ്റെ അസ്സലാമു അലൈക്കും പറയണം, എൻ്റെ കാര്യത്തിൽ ദുആ ചെയ്യാൻ പറയണം. ആരാ പറയുന്നത്?
മടവൂർ മൂപ്പര് പറയണമെങ്കിൽ കുറച്ച് വലിപ്പം വേണം. അവർക്ക് അറിയുള്ളൂ ആരാണ് ഷെയ്ഖുന എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ശൈഖന്മാരും സൂഫികളും എന്നൊക്കെ പറഞ്ഞാണ്ട് ദർസിനെയും കിതാബോധി പഠിക്കണതിനൊക്കെ വളരെ അവജ്ഞയോടുകൂടി അവതരിപ്പിക്കുന്ന കുറച്ച് കള്ളന്മാരുണ്ട് എന്നിങ്ങനെ അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. ഇപ്പോൾ ഇവിടെ ആരും കൂടുതലില്ല, ഉണ്ടാ പഠിക്കൊന്നും വരൂല. വരാതിരിക്കട്ടെ. ബുഖാരി ഇമാമിൻ്റെ അല്ലേ? ബുഖാരി ഇമാമിൻ്റെ ആണ്. അള്ളാഹു നമുക്ക് കാവലെല്ലാം കേട്ടെ. ശരി, അങ്ങനെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അതിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടുപോകുന്നത്. ഷെയ്ഖന്മാർ പറഞ്ഞാൽ ഷെയ്ഖു താലീം, ഷെയ്ഖു തെർബിയ, ഷെയ്ഖു തെർക്കിയ, അങ്ങനെ 3 വിധമാണ്. ഷെയ്ഖു താലീം, ഷെയ്ഖു തെർബിയ, ഷെയ്ഖു തെർക്കിയ, ഇങ്ങനെ 3 ഐറ്റത്തിലാണ് ഷെയ്ഖന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് വിശദമായി പറയേണ്ടതാണ്. ഷെയ്ഖു താലീമിനെ നേടലാണ് കിതാബ് ഓതുക പറഞ്ഞാൽ. ഇത് ഏതെങ്കിലും ഭൗതിക കലാലയത്തിൽ പോയി ഒരു കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു, ഫീസ് കൊടുത്തിട്ടോ കൊടുക്കാതെയോ കോച്ചിങ്ങിൽ കുറേ കഴിവ് നേടി മലക്ക നേടി വരുന്ന ഇൽമോലല്ല ഇത്. നിങ്ങൾ ആരെങ്കിലും പിന്നെ ആ കോച്ചിങ് സെൻറ്ററിൽ പോയി നോക്കലുണ്ടോ? ആരെയും പോയി നോക്കും? ഗുരുനാഥന്മാരെ തിരഞ്ഞെടുക്കലുണ്ടോ? ഇല്ല. ഇത് അതിനുള്ള ഇൽമല്ല. ഇത് നമ്മളെ ഉഖറവിയായ സലാമത്തിനൊരു ഷെയ്ഖു താലീം, ഒരു ഷെയ്ഖ് വേണം. അതിനാണ് ഷെയ്ഖു താലീം. ഈ ഷെയ്ഖു താലീം ഇല്ലാത്തവൻ്റെ ഷെയ്ഖു തെർബിയും ശരിയാവില്ല, ഷെയ്ഖു തെർക്കിയും ശരിയാവില്ല. ആദ്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഷെയ്ഖ് ഏതാ? ഷെയ്ഖു താലീമാണ് ഉണ്ടാകേണ്ടത്. അവർ നിർദ്ദേശിക്കണം നമ്മളോട്. പിന്നെ ഷെയ്ഖു തെർക്കിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് ദ്വാക്ക് ഇജാബത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ പോയി ദ്വാരിപ്പിക്കും, ബർക്കത്ത് നേടും. ഇങ്ങനെ പോകുന്ന ഷെയ്ഖന്മാർക്ക് എന്താ പറയുക? ഷെയ്ഖു തെർക്കിയാന്ന് അറിയാം. അതിനും നമ്മളെ ഉസ്താദ്മാർ പറയണം, അവിടെ പോയി ഒന്ന് ദ്വാരിപ്പിച്ച ആളാണ്. കുണ്ടൂർ ഉസ്താദ് പറയലുണ്ട്, ഞാൻ കാപ്പനങ്ങാടി വാപ്പാൻ്റെ പോയത്, എനിക്ക് ഇൽമു പഠിപ്പിച്ച് തന്ന എൻ്റെ ഷെയ്ഖു താലീം കരിങ്കപ്പാറ ഉസ്താദ് എന്നോട് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, കാതറോയിലേരെ ചാപ്പനങ്ങാടി വാപ്പൂലേരെ എടുത്തുനിന്ന് ബാപ്പൂലേർ ബാപ്പാൻ്റെ അടുത്ത് പോയി ദ്വാരിപ്പിച്ചാളി എന്ന് പറഞ്ഞു. എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ദ്വാരിപ്പിക്കാൻ പോയത്. അങ്ങനെയാണ് എൻ്റെ ഉസ്താദ് ഇർഷാദ് ചെയ്തിട്ടാണ് ഞാൻ ആരെടുത്ത് എത്തിച്ചേർന്നത്? ബാപ്പൂലേർ ബാപ്പാൻ്റെ അടുത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ ഷെയ്ഖു താലീമിൻ്റെ നിർദ്ദേശമില്ലാതെ നമ്മൾ മറ്റ് ഷെയ്ഖന്മാരെ നമ്മൾ തേടി നടക്കാൻ പാടില്ല. ഷെയ്ഖു തെർബിയ അത് കിട്ടണമെങ്കിൽ ഒരുപാട് പണികളുണ്ട്. തെർബിയത്തിൻ്റെ ഷെയ്ഖ്, അത് ഷെയ്ഖു താലീം ശരിക്കും ഇർഷാദ് ചെയ്യാനാണ്. ഷെയ്ഖു തെർബിയ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഷെയ്ഖന്മാരെ, ഷെയ്ഖുന വക്കി ഉസ്താദ് തൻ്റെ ഷെയ്ഖന്മാരായിട്ട് മമ്മൂട്ടിയൊരു പാപ്പാനെ എണ്ണും. അതുപോലെ തൻ്റെ ഷെയ്ഖായിരുന്നു ആര്? അറക്കൽ മൂപ്പര്. ആര്? കക്കിടിപ്പുറത്തെ പാപ്പാൻ്റെ ഷെയ്ഖ് അറക്കൽ കുഞ്ഞർക്കാർ മുസ്ലിയർ. വക്കി ഉസ്താദിൻ്റെ ഷെയ്ഖാണ് ആര്? അറക്കൽ ഉസ്താദ്. ഈ അറക്കൽ ഉസ്താദിൻ്റെ അടുത്ത് തരീഖത്ത് വാങ്ങാൻ പോയതും ദർസിന് ഇജാസത്ത് വാങ്ങാൻ പോയതൊക്കെ പറയും. ആര് പറയലുണ്ട്? ഓക്കെ ഉസ്താദ് പറയും. ജയ്സിന് ഇജാസത്ത് വാങ്ങാൻ പോയപ്പോൾ അറക്കൽ ഉസ്താദ് പറഞ്ഞാലെന്ത്? ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തന്നിക്കണ്, ദുന്യാവായിട്ട് ബന്ധം പാടില്ല, സുഹൃദ് വേണമെന്ന്. എന്ത് വേണം? സുഹൃദ് വേണം. സുഹൃദ് നമുക്ക് വേണം. അവിടേക്കാണ്, അവരാണ് മുദരിസ്, അവരാണ് അങ്ങനത്തോലെയാണ് ഇൽമു പഠിക്കേണ്ടത്. ഇൽമു പഠിക്കേണ്ട കുട്ടികൾക്ക് തവക്കുൽ നിങ്ങൾ അൽക്കിയിൽ പറഞ്ഞിട്ടില്ലേ? തവക്കുൽ തജറുദിൻ്റെ തവക്കുലും ഉണ്ട്. പിന്നെ ആ തജറുദിൻ്റെ തവക്കുൽ ചെയ്യാൻ പാടില്ലാത്തൊരു പാട്ടിനും പറഞ്ഞിട്ടില്ല. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൽ ഇയാലിഹി മുതവക്കില. കുടുംബ പരാരാബ്ദമുള്ള ആള് തജറുദിൻ്റെ തവക്കുൽ എഴുതിയിരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കണ കുട്ടികൾ പറഞ്ഞാൽ 25 വയസ്സ് വരെ ഉറുഫ് അനുസരിച്ച് നമ്മൾ പഠിക്കുക. എത്ര വയസ്സ് വരെ? 25. അത് തജറുദിൻ്റെ കാലാണ്. അതേത് കാലാണ്? തജറുദിൻ്റെ കാലാണ്. മുതശരീരങ്ങളാണ്. കുടുംബഭാരാബ്ദമില്ല, ചെലവെടുക്കൽ ബാധ്യതയില്ല, ഒരു ബാധ്യത ഇല്ലാത്തവരാണ് ആര്? 25 വയസ്സ് വരെയുള്ള മുത്തഅല്ലിമീങ്ങൾ. ഷെയ്ഖുനാൻ്റെ കാലം പറഞ്ഞ 30 വയസ്സ് വരെ. ഷെയ്ഖുന എത്ര വയസ്സ് വരെ പഠിച്ചു? 30 വയസ്സ് വരെ പഠിച്ചു. വയസ്സൊന്നും ഏറൂല പഠനത്തിൽ. എനിക്ക് വയസ്സ് ഇത്ര ആയിപ്പോയി, ഞാൻ ഇനി ഓതുകയാണ്, ആ വക ചിന്ത ഒന്നും നമുക്ക് വരാൻ പാടില്ല. ഷെയ്ഖുന ഓക്കെ ഉസ്താദിനെ പോലത്തെ ഉസ്താദുമാരുടെ അടുത്തൊന്നും തരീക്കത്തും തസൂഫും ഒന്നുമില്ല. അത് ഞങ്ങളുടെ അടുത്താണുള്ളത് എന്ന് പറഞ്ഞാണ് നിസ്കരിക്കാതെ നടക്കണ, കുറച്ച് നഖം മുറിക്കാത്ത. ഇനി ശരീഅത്തിനെ കുറിച്ച് നമ്മൾ ത്വരീക്കത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കായില്ല. നിങ്ങൾ അതിക്കൻ്റെ ആമുഖം പഠിച്ചാൽ മതി. ത്വരീക്കത്തിൽ നിന്ന് ശരീക്കത്തിന് ആമായ മായനയുണ്ട്, ഖാസായ മായനയുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ത്വരീക്കത്തിന് 2 ഭാഗമുണ്ട്. ആമായ മായന പറഞ്ഞാൽ എന്താ?
ശരീഅത്തിൽ ബാഹ്യഭാഗത്ത് ഭംഗിയാക്കിയിട്ട് അത് ഹൃദയത്തിലേക്ക് ഇറക്കി 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 ചെയ്യണീനാണ് എന്ത് പറയുക? ത്വരീഖത്ത് എന്ന് പറയാം. ബാഹ്യമായത്. ബാഹ്യഭാഗത്ത് തസീൻ ചെയ്ത ശരീഅത്തിൻ്റെ വിധികൾ എവിടേക്ക് ഇറക്കി ചെയ്യുക? എവിടേക്ക് ഇറക്കി? കൽബിലേക്ക് ഇറക്കി ഇറക്കിയിട്ട് കൽബിൻ്റെ ഇരുളുകൾ നീങ്ങണം, കൽബ് പ്രകാശിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, അലൈഹി തസീനുല്ലിൽ ജലി, അങ്ങനെ തന്നെയല്ലേ? അലൈഹി തസീനുല്ലിൽ ജലി. ബാഹ്യഭാഗത്തിന് ശരീഅത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ബിശരീഅത്തിൻ ലിയനൂറ കൽബും മുജ്തല, ബിശരീഅത്തിൻ ലിയനൂറ കൽബുൻ മുജ്തല. മുജ്തല പറഞ്ഞാൽ മൻദൂർ ഇലൈഹി ആയാന്ന് അതിൻ്റെ വായന. റബ്ബിൻ്റെ നോട്ടം സംഭവിക്കുന്ന ഹൃദയം വെളിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ശരീഅത്ത് കൊണ്ട് ബാഹ്യഭാഗത്തിന് തസീൻ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ബിശരീഅത്തിൻ ലിയനൂറ കൽബുൻ മുജ്തല, ലിയനൂറ കൽബുൻ അതിൻ്റെ അത്ഫാണ്. വതസൂല അൻഹു ളുൽമത്തുൻ കൈ യുംകിന ലിശരീഅത്ത് ബിതരീഖത്തിൻ ഫീ ഖൽബിഹി അൻ തൻസില. തരീഖത്ത് എവിടേക്ക് ഇറങ്ങി വരില്ലേ? കൽബിലേക്ക് ഇറങ്ങി വരില്ല. ഇന്ന് തരീഖത്ത് ഇറങ്ങി വരിക പറഞ്ഞാൽ എന്താ? പുറമെ ചെയ്യുന്ന നിസ്കാരം മനസ്സറിഞ്ഞ് ചെയ്യുക, പുറമെ ചെയ്യുന്ന സുന്നത്തുകൾ അത് മനസ്സറിഞ്ഞ് ചെയ്യുക. മനസ്സിൽ മുത്തബത്തിലായി തരീഖത്തിൻ്റെ നിർവചനം പറഞ്ഞെന്താ? തരീഖത്തുൻ അഖ്ദും ബി അഹ്വത കൽ വറഅ വഅസീമത്തിൻ കരിയാലത്തിൻ മുത്തബത്തില. ആദ്യം നമ്മൾ മുത്തബത്തിലായല്ല. മുത്തബത്തിൽ പറഞ്ഞാൽ എന്താ? ഭൗതികമായ ബന്ധം, അതാണ് സുഹൃത്. ഭൗതികമായ ബന്ധം നമ്മൾ 100% ഇല്ലാതെയാക്കി നിസ്കരിക്കുന്ന നിസ്കാരത്തിനെ അറിഞ്ഞ്, സുന്നത്ത് നിസ്കാരത്തിനെ അറിഞ്ഞ്, എല്ലാ റവാത്തിബുകളും നിസ്കരിച്ച് ഉസ്താദുമാർ നിർദ്ദേശിച്ച വലീഫകളൊക്കെ നമ്മൾ ചൊല്ലി അത് ഹൃദയത്തിലേക്ക് ഇറക്കി ഇറക്കി ചെയ്യുമ്പോൾ, ബാഹ്യഭാഗം ഭംഗിയാക്കുമ്പോൾ കൽബ് പ്രകാശിക്കുകയും കൽബിൻ്റെ ഇരുൾ നീങ്ങുകയും കൽബിലേക്ക് ആ ശരീഅത്ത് എന്തായിട്ട് ഇറങ്ങി വരും? ത്വരീഖത്തായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മളിലൊക്കെ റസൂലുള്ളാഹിൻ്റെ ഒരു നൂറുണ്ട്, ഒരു ഒളിവുണ്ട്. നമ്മളെ സൃഷ്ടിപ്പിലൊക്കെ എന്തുണ്ട്? മനുഷ്യ സൃഷ്ടിപ്പിലൊക്കെ എന്തുണ്ട്? റസൂലുള്ളാഹിൻ്റെ എന്തുണ്ട്? പ്രകാശമുണ്ട്. റസൂൽ അള്ളാഹു ആദ്യം പഠിച്ച മഖ്ലൂക്ക് ഏതാ? റസൂലുള്ളാഹിൻ്റെ നൂറാണ്. ഏതാണ്? അതിനെ 4 പാർട്ടാക്കി. ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് ലൗഹുണ്ടായി, കലമുണ്ടായി, അർശുണ്ടായി. 4-ാം പാർട്ടിനെ വീണ്ടും 4ആക്കി. അതിൽ ആ 4-ൽ നിന്ന് 1-ൽ നിന്ന് ഹമലത്തുൽ അർശുണ്ടായി, കുർസിയുണ്ടായി, ബാക്കിൽ മലായിക്കുണ്ടായി. അവിടുത്തെ 4-ാമത്തെ പാർട്ടിനെ വീണ്ടും 4ആക്കി. സമാവാത്തുണ്ടായി, അറാളുണ്ടായി, സ്വർഗം നരകമുണ്ടായി. അവിടുത്തെ 4-ാമത്തെ പാർട്ടിനെ വീണ്ടും 4ആക്കി. അതിൽ 3 ഏതാണ്? അതിൽ 1-ാമത്തെ പാർട്ടി അബ്സാറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ബസീറത്ത് അകങ്കാഴ്ച. നമ്മളെ ഉള്ളിലൊക്കെ ഒരു നൂറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തുള്ളത് മുഴുവനും അതിൻ്റെ ഒക്കെ സ്രോതസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ജീവിതമാണ് ശരി. അവിടെ പിടിച്ചാൽ എല്ലാം കിട്ടും. സ്വലാത്ത് ദായിമാക്കി റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക. അതല്ല ഓക്കെ ഉസ്താദ്, നമ്മൾ മദീനത്തൊക്കെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയും, എനിക്ക് നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ, എൻ്റെ ആക്കിബത്ത് നന്നാകാൻ ദ്വാരക്കാം, നിങ്ങൾ അവിടുന്ന് ദ്വാരക്കണം. മുത്തുനബിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ദ്വാരക്കണം? എൻ്റെ ആക്കിബത്ത് നന്നാകാൻ ദ്വാരക്കണം. ഇതേ നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പ്രത്യേകം കൈപിടിച്ച് വസിയ്യത്ത് ചെയ്തു. അള്ളാഹു നമ്മളെ ആക്കിബത്തും അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പം അങ്ങനെ വലിയ കറാമത്തൊക്കെ ഉണ്ട്. നമ്മളിലുള്ള റസൂലുള്ളാഹിന്റെ നൂറാണ്. അബ്സാറ്, കുലൂബ്, അൽസിനത്തൊക്കെ മുത്തുനബിൻ്റെ ഒളിവാണ്. അത് ഒളിവാക്കലാണ് ത്വരീഖത്ത്. അത് ശരീഅത്തിനെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ എവിടേക്ക് ഇറക്കല? എവിടേക്ക്? കൽബിലേക്ക് ഇറക്കി. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. ഉസ്താദിന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാനായി അല്ലാഹു തആല നമുക്ക് ആ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞത് ഓക്കെ, ഉസ്താദിൻ്റെ കുടുംബം മുതൽ ജനനം മുതൽ എല്ലാം അത്ഭുതങ്ങളായിരുന്നു. അല്ലാഹു തആല നേരത്തെ കണക്കാക്കി വെച്ച ഒരു അപൂർവ ജന്മം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിലെ ഒരു ഘട്ടങ്ങളിലും പാളിപ്പോകാതെ പതറിപ്പോകാതെ ഒരു കാമിലായ മുഅ്മിനിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം അല്ലാഹു തആല ജന്മത്തിന് മുമ്പേ നൽകിക്കൊണ്ട് നല്ല ഒരവസ്ഥയിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ മഹാസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവിടുത്തെ ബറക്കത്ത് അല്ലാഹു തആല
നമുക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ.